Hi, hello everyone. How are you? എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നിങ്ങളുടെ എക്സാംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓണം എക്സാംസിനൊക്കെ പ്രിപ്പറേഷനിലായിരിക്കും, ഐ നോ. അപ്പം എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിലാക്സ് ചെയ്ത് വളരെ കൂളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റിവിഷൻ, ഇംഗ്ലീഷിൻ്റെ റിവിഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ? നമുക്ക് പെട്ടെന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് അധികം ടൈമൊന്നും എടുക്കില്ല, എല്ലാവർക്കും ഈസി ടിപ്സ് ആണല്ലേ വേണ്ടത്. അപ്പം നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ഫുൾ വീഡിയോ പോവുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എത്രയും പെട്ടെന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ച് യു ക്യാൻ സ്കോർ മോർ മാർക്സ്. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് നമ്മളിന്ന് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ സീ ദി സ്ലൈഡ്സ്. ഓക്കെ, യാ. So we are going to discuss about the first unit, and the title of this unit is Glimpses of Green. Yeah? നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ, ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. അപ്പം ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ഗ്രീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് ഒബ്വിയസ്ലി അബൌട്ട് നേച്ചർ, സംതിങ് റിലേറ്റഡ് ടു നേച്ചർ. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഐ വിൽ നോട്ട് ബി ഗോയിങ് എനി മോർ ഡീപ്പർ ഇൻ ടു ദി ചാപ്റ്റേഴ്സ്. നമ്മളൊരു ചാപ്റ്റർ എടുക്കും, അതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ, അതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് നമ്മളൊന്ന് പറഞ്ഞിട്ട് ദെൻ വിൽ ബി ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻസ്. പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് എടുക്കാൻ പോവുക. ഓക്കെ, യാ. അപ്പം നമ്മുടെ ചാപ്റ്റർ, the first chapter in the first unit is Adventures in the Banyan Tree. Okay. എന്താണ്? Adventures in the Banyan Tree, and it is written by Ruskin Bond. യാ, അപ്പോൾ ഇറ്റ് ഇസ് എ ഷോർട്ട് സ്റ്റോറി. അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ റസ്കിൻ ബോണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് എ നേച്ചറിനുമായിട്ട് വളരെയധികം ഇണങ്ങി ചേർന്നിട്ട് കാര്യങ്ങൾ എഴുതുന്ന, പോയംസ് എഴുതുന്ന അല്ലെങ്കിൽ കഥകൾ എഴുതുന്ന ഒരു വ്യക്തിയാണ് റസ്കിൻ ബോണ്ട്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് എന്ത്, അഡ്വെഞ്ചേഴ്സ് ഇൻ ദ ബനിയൻ ട്രീ. ഓൾ റൈറ്റ്. അപ്പോൾ അതിനകത്ത് എന്താണ് പറയുന്നതെന്ന് ലെറ്റ്സ് സീ. അവിടെ എന്താണ് പറയുന്നതെന്ന് ഐ വിൽ ഗിവ് യു എ വെരി ഷോർട്ട് ഐഡിയ. അതിനെ പറ്റിയിട്ടൊരു കുഞ്ഞി കാര്യങ്ങൾ വിൽ ബി ഡിസ്കസിങ്. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ഓക്കെ, അപ്പം അഡ്വെഞ്ചേഴ്സ് ഓഫ് എ ബനിയൻ ട്രീ, അതിലൊരു കുട്ടി, നിങ്ങളെ പോലെയുള്ള ഒരു കുട്ടി, ഒരു ബോയ് ഇസ് ദർ. ഹീ ഈസ് എ മെയിൻ ക്യാരക്ടർ. അവനാണ് അതിലെ ക്യാരക്ടർ. അപ്പോൾ ഹീ ഈസ് ലിവിങ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. അവരുടെയൊക്കെ കൂട്ടത്തിലാണ് ഹീ ഈസ് ലിവിങ്. ആൻഡ് ഹീ ഈസ് ലിവിങ് ഇൻ എ വെരി ലാർജ് ഹൗസ്. ഒരു വലിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീടിൻ്റെ മുൻപിൽ ഹി ഹാസ് എ ബനിയൻ ട്രീ. എന്താ, ഒരു ആൽമരം ഉണ്ട്. അപ്പം ആ ആൽമരത്തെ ചുറ്റിപ്പറ്റിയാണ് ദ എൻറ്റയർ സ്റ്റോറി goes on. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ബനിയൻ ട്രീ ഇസ് സെൻട്രൽ തിങ് ഇൻ ദ സ്റ്റോറി. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോറിയിൽ നടക്കുന്നത്? യാ, ദ ബോയ് ഈസ് വെരി അറ്റാച്ച്ഡ് ടു ദിസ് ബനിയൻ ട്രീ. ഇവൻ ഈ ബനിയൻ ട്രീയുടെ അടുത്ത് പോവാനും അല്ലെങ്കിൽ അതുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നമ്മുടെ ഈ ബോയ്ക്ക് ഹി ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ്. യാ, അപ്പം അങ്ങനെ ഇവൻ എന്ത് ചെയ്യും, എല്ലാ ഈവനിങ്സും അല്ലെങ്കിൽ അവന് ടൈം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഹി വിൽ ബി ഗോയിങ് ടു ദാറ്റ് ബനിയൻ ട്രീ ആൻഡ് സ്പെൻഡിങ് ക്വാളിറ്റി ടൈം ദർ. അവിടെ ഇഷ്ടംപോലെ സമയം ചെലവഴിക്കും. അപ്പം ആദ്യ കാലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ വീടും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ അവൻ്റെ മുത്തശ്ശൻ്റെ ഒരു ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ബട്ട് ഇപ്പം എന്താ സംഭവിച്ചേ, മുത്തശ്ശന് പ്രായമായി വരികയാണ്. ആൻഡ് ഹി വിൽ നോട്ട് ബി ഗെറ്റിംഗ്, അല്ലെങ്കിൽ അയാൾക്ക് എന്താ, മുത്തശ്ശന് പ്രായമായി വരുമ്പോൾ നമുക്ക് ഓടിച്ചാടി നടക്കുമോ അല്ലെങ്കിൽ മരത്തിൽ കയറാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ്, ബനിയൻ ട്രീ നമ്മുടെ ബോയുടെ കൈവശമാണ്. കാരണം മുത്തശ്ശന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മുടെ ബോയ് ആണ് നമ്മുടെ ബനിയൻ ട്രീനെയും അതിൽ ഒരു ട്രീ ആകുമ്പോൾ ഡെഫിനറ്റ്ലി കുറേയധികം ആൾക്കാരല്ലേ, ബേർഡ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുട്ടി ആനിമൽസ് ഒക്കെ ഉണ്ടാവും. അവരെയൊക്കെ ഈ ട്രീയിലുള്ള ആനിമൽസിനെ ഒക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്യാം, അവരെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് എപ്പോഴും ഒബ്സർവ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ ബോയുടെ ഒരു വലിയ ഹോബി ആയിരുന്നു. ഓക്കെ, അപ്പം ഇയാൾ നമ്മുടെ ബോയ് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ വന്ന് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ദിവസം എന്താണ്, ഈവനിങ്, ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു. എല്ലാവരും ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഓൾ അതർ ഫാമിലി മെമ്പേഴ്സ് വേർ ഇൻസൈഡ് ദി ഹൗസ്. എല്ലാവരും വീട്ടിനകത്തായിരുന്നു. ബട്ട് നമ്മുടെ ബോയ്ക്ക് പുറത്തൊക്കെ വന്ന് ഈ ബനിയൻ ട്രീയുടെ അടുത്ത് വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു, അവിടെ അവനൊരു ചെറിയ നെറ്റ് പോലത്തെ ഒരു സാധനമൊക്കെ കിട്ടി. അതിൽ വന്നിരുന്ന് കിടന്ന് ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഇങ്ങനെ നോക്കി വെറുതെ കിടക്കുക, വെറുതെ എൻജോയ് ചെയ്യുകയൊക്കെ ആയിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ ഒരു ദിവസം ഇവന് ഇങ്ങനെ ആ ഒരു നെറ്റൊക്കെ കിട്ടി അതിലൊക്കെ ഭയങ്കര കാമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബുക്സൊക്കെ വായിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്, യാ, ഹി സോ എ വെരി ഇൻട്രസ്റ്റിംഗ് സീൻ. സാധാരണഗതിയിൽ ഇവനിവിടെ വന്നിരിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാറില്ല. അതായത് എന്നും കാണുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും. യാ,
അതായത് അവിടെ ഒരു സ്ക്വയറൽ ഉണ്ടായിരുന്നു, ഒരു അണ്ണാൻകുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു മരത്തിൽ താമസിക്കുന്ന ഒരാളായിരുന്നു ആ ഒരു സ്ക്വയറൽ. അപ്പോൾ ആ സ്ക്വയറലിൻ്റെ അടുത്തൊക്കെ ഇവൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ വരാൻ ഹി വാസ് വെരി ഇൻട്രസ്റ്റഡ്. അപ്പം അതിൽ കൂടുതലായിട്ട് അവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു. ദെൻ അപ്പോൾ വാട്ട് ഹാപ്പൻഡ്? അപ്പോൾ ഒരു ദിവസം ഒരു ഈവനിങ്, ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഇവൻ ഇവിടെ വന്നിരിക്കുമ്പം ഹീ ഈസ് വിറ്റ്നസിങ് എ വെരി ഇൻട്രസ്റ്റിംഗ് സൈറ്റ്. അപ്പോൾ ഒരു കാഴ്ച ഇവൻ കാണുകയാണ്. എന്താണ്? വാട്ട് ഇസ് ദാറ്റ് സൈറ്റ്? യാ, അപ്പം ഒരു കോബ്രയും ഒരു കീരിയും, ഒരു പാമ്പും ഒരു കീരിയും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതാണ് ഇവൻ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവൻ ഈ ഫൈറ്റ് നല്ല ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഒരു കീരിയും ഒരു പാമ്പും എന്ന് പറയുമ്പോഴേക്കും എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നല്ല ഉഗ്രൻ ഫൈറ്റ് ആയിരിക്കും അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? യാ, അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ മൂവീസിലോ അല്ലെങ്കിൽ സ്റ്റോറികളോ അല്ലെങ്കിൽ കാർട്ടൂൺസിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. നമ്മളെ ബോയ് ഏറ്റവും മേളിൽ മരത്തിന്റെ മേലെയാണ് അവൻ ഇരിക്കുന്നത്. അവന് താഴെ നടക്കുന്ന ഗ്രൗണ്ടിൽ, അതായത് ഗാർഡന്റെ സൈഡിലാണ് ഈ ഫൈറ്റ് ഒക്കെ നടക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഇവൻ വളരെ ഇൻട്രസ്റ്റിലാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. രണ്ടു കൂട്ടർ വഴക്കിടുകയാണല്ലോ. അപ്പം ഹി ഈസ് വാച്ചിങ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്ലി. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവർ തമ്മിൽ? യാ, പൊരിഞ്ഞ യുദ്ധമാണ് ഇവർ തമ്മിൽ. അപ്പോൾ ആ ഒരു കീരിയനെ ഇവൻ പണ്ട് കാലം മുതലേ ആ ഒരു സ്പേസിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ്. ദേ ആർ ഫൈറ്റിംഗ് ഫിയേഴ്സ്ലി. രണ്ടുപേരും അടിപൊളിയായിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനു സംഭവിച്ചു അതിനിടയ്ക്ക്? യാ, അപ്പം ഫൈറ്റ് ചെയ്ത് വരുമ്പോഴേക്കും എല്ലായ്പ്പോഴും ഒരാളിങ്ങനെ മുന്നിട്ട് നിൽക്കൂലല്ലോ. ഒരാൾ തോറ്റുപോകും, ഒരാൾ വൺ വിൽ ബി ദ വിന്നർ. അപ്പോൾ എന്ത് സംഭവിച്ചു? പയ്യനെ ഈ ഫൈറ്റൊക്കെ അങ്ങ് ഓവറായി വന്നപ്പോഴേക്കും നമ്മുടെ കോബ്ര പയ്യെ ക്ഷീണിച്ചു തുടങ്ങി. യാ, ബട്ട് നമ്മുടെ കീരി ഇപ്പുറത്ത് ഹി ഈസ് ഡൂയിങ് ഹിസ് ബെസ്റ്റ്, അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇവരുടെ ഈ ഫൈറ്റ് കാണാൻ നമ്മുടെ ബോയ് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നത്. 2 more people were there. 2 പേരും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഹു were they? യെസ്, അത് രണ്ട് ബേർഡ്സ് ആയിരുന്നു. വൺ വാസ് എ മൈന, ഒരു മൈന ഉണ്ടായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് എ ക്രോ, ഒരു കാക്കയുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇടയ്ക്ക് ഈ ഫൈറ്റ് ഇവർ തമ്മിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഇവർ ചെന്നിട്ട് ജസ്റ്റ് അങ്ങ് ഫ്ലൂ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഇങ്ങനെ പറന്ന് കയറിയിട്ട് ഇങ്ങനെ വരും. നമ്മൾ പക്ഷികളെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവരും ഇടയ്ക്ക് അതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? ഫൈറ്റ് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയി. ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മുടെ കോബ്ര ഗോട്ട് ഡിഫീറ്റഡ് ബൈ നമ്മുടെ നെക്സ്റ്റ് എനിമി, അവരുടെ എനിമി ആയിട്ട് ഇവനെ തോപ്പിച്ചു. അതിനിടയ്ക്ക് ഈ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഇവരുടെ ഇടയിലേക്ക് കയറി ചെന്ന നമ്മുടെ ക്രോ ഇല്ലേ, നമ്മുടെ കാക്ക, ഹി ഓൾസോ ഗോട്ട് ഡ്രോപ്പ് ഡൗൺ. അവനും നിലത്ത് വീണ് അവനും ഇല്ലാണ്ടായിപ്പോയി. ഹി ഓൾസോ ഗോട്ട് ഡൈഡ്. അതിനിടയിൽ ചെന്ന് ഒരു യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് ഒരാൾ ഇടിച്ചു കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ദ സെയിം തിങ് ഹാപ്പൻ ടു ദി ക്രോ ഓൾസോ. നമ്മുടെ ക്രോയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പം ഈ ഒരു സൈറ്റൊക്കെ കണ്ട് നമ്മുടെ ബോയ് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെയാണ് ഇവന് ബോധം വന്നത്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് ഹാപ്പനിങ് എന്ന് ഇവന് ഇപ്പോഴാണ് ഒരു ബോധം വന്നത്. മറ്റേത് അവൻ ഇതിൽ മുഴുകി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്ത് ചെയ്തു? നമ്മളൊരു പാമ്പിനെയൊക്കെ കണ്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വിൽ കോൾ അവർ പേരൻസ് അല്ലേ? നമ്മൾ പേരൻസിനെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെ ആരെങ്കിലും വിളിച്ച് കാണിച്ചൊക്കെ കൊടുക്കും അല്ലേ? എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പം ബോയ് ഈ ഫൈറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെയൊക്കെ വിളിച്ചിട്ട് ഇത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹി ഡിസ്ക്രൈബ്ഡ് ഓൾ ദി തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ദർ. അപ്പം എന്ത് സംഭവിച്ചു? അപ്പം നമ്മുടെ ഗ്രാൻഡ് ഫാദർ വാസ് ഹാപ്പി. എന്താണ്? ഗ്രാൻഡ് ഫാദർ ഇവിടെ ഈ കീരീനെ ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട്. ബട്ട് ഹി ഡിഡ്ന്റ് ഡു എനിത്തിങ് ടു ദാറ്റ് ആനിമൽ. ആ ആനിമലിൻ്റെ അടുത്ത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഗ്രാൻഡ് ഫാദറിന് അറിയായിരുന്നു ഇവിടെ ഒരു പാമ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ജീവികളൊക്കെ വരും. ആൻഡ് കീരി എന്ത് ചെയ്യും? അവരെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രാൻഡ് ഫാദറിന് ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി ഒന്നും ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഹി വാസ് ഹാപ്പി. എങ്ങനെയാണെങ്കിലും കോബ്ര ഡിഫീറ്റഡ് ആയി, നമ്മുടെ സ്നേക്ക് ഡിഫീറ്റഡ് ആയി. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റോറി, ആ ഒരു ഇൻസിഡൻറ്റ് അവിടെ തീരാണ്. ആൻഡ് ഫൈനലി നമ്മൾ ഇങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോരുമ്പോഴേക്കും സ്റ്റോറി എൻഡ് ആവാനാകുമ്പോഴേക്കും നമ്മൾ കാണുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന നമ്മുടെ സ്ക്വിറൽ ഉണ്ടല്ലോ, ഒരു വൈറ്റ് സ്ക്വിറൽ, ഒരു സ്ക്വിറലാണ്. അപ്പോൾ ആ സ്ക്വിറലിന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായി. ആൻഡ് ദ ബോയ് ഈസ് ലുക്കിംഗ് ടു ദാറ്റ് സ്ക്വിറൽസ്. അതൊക്കെ വൈറ്റ് സ്ക്വിറൽസ് ആയിരുന്നു. അപ്പം അതുങ്ങളെയൊക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്ത് അതുങ്ങളെയും കൂടെ ബിഫ്രണ്ട് ചെയ്യാനുള്ള ഒരു ബോയ്, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ബോയുടെ ചിത്രത്തോടെയാണ് നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ ക്ലിയർ ആയില്ലേ? അതിൽ കൂടുതലൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പം അതിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നൗ വി ആർ കമ്മിങ് ഇൻ ടു നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലേ? നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ളത്? ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, സോ ഐ ബി ഷോയിങ് യു ദ ക്വസ്റ്റ്യൻസ്. ഒന്ന് നോക്കാം നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളതെന്ന്. ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്?
The boy in the lesson, Adventures in the Banyan Tree, was very much thrilled by his acquaintance with the squirrel. Imagine he writes a letter to his friend, prepare a likely letter. Yes. The question clear ആയോ എല്ലാവർക്കും? Yeah? Question clear ആയോ? എന്താണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്? Yeah, the boy in the lesson, Adventures of Banyan Tree, നമ്മളിപ്പോൾ കണ്ടു അല്ലേ ഒരു ബോയുടെ കാര്യം. അപ്പം ആ ബോയ് അവൻ ആ സ്ക്വിറലുമായിട്ട് കമ്പനി ആവുന്ന ഫ്രണ്ട്ലി ആവുന്ന ഒരു കാര്യമൊക്കെ കുട്ടികളാകുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നമുക്കൊരു പെറ്റ് ഉണ്ട്, ആ പെറ്റുമായിട്ട് നമ്മൾ ബിഫ്രണ്ട് ചെയ്തു, നമ്മൾ അവരുടെ കൂടെ കളിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഒരാളോട് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ബോയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ആൻഡ് അവന് നമ്മുടെ ബോയ് എഴുതുന്ന ഒരു ലൈക്ലി ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എബൌട്ട് വാട്ട്? ഈ പറഞ്ഞ സ്ക്വിറലുമായിട്ട് കമ്പനിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തതിനെ പറ്റി ബോയ് ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. അപ്പം ഹൗ ക്യാൻ ബി ദാറ്റ് ലെറ്റർ? നമുക്കതൊന്ന് നോക്കാം. എന്തായിരിക്കും? ഹൗ ക്യാൻ ബി ദാറ്റ് ലെറ്റർ? ഹൗ ക്യാൻ ബി ദി ഫോമാറ്റ് ഓഫ് ദാറ്റ് ലെറ്റർ? ഓക്കെ, അപ്പം അതിന് മുന്നേ ഐ വോണ്ട് ടു സേ യു വൺ തിങ്. നിങ്ങൾ എന്താണ് ഇപ്പം ലെറ്റർ ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് ലെറ്ററിൻ്റെ ഒരു ഫോമാറ്റ് അറിയുമെങ്കിൽ you will be able to score full marks. The 6 marks you will be able to get. Okay, 6 mark ഇല്ലെങ്കിൽ പോട്ടെ ഒരു 5 അല്ലെങ്കിൽ 5.5. അത് I'm sure about that. നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇനി ആ ലെറ്ററിൻ്റെ ഫോമാറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം ലെറ്റർ ഫോമാറ്റ്സ് എന്ന് പറയുമ്പോൾ അത് 2 എണ്ണാണുള്ളത്. ഏതൊക്കെയാ? എനി ഐഡിയ? One is a formal letter and the second one is an informal letter. ഫോമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കുറച്ച് ഫോമലായിട്ട്, അതായത് ഓഫീസിലുള്ള എന്തൊക്കെയാ അല്ലെങ്കിൽ കുറച്ച് വലിയ പദവിയിലിരിക്കുന്നത്, ഇപ്പം മന്ത്രിമാർക്ക് എഴുതാം നമ്മൾ ഒരു ലെറ്റർ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്, അല്ലെങ്കിൽ വലിയ വലിയ ഹെഡ് ഓഫീസുകളിലേക്കൊക്കെ എഴുതുന്ന ലെറ്റേഴ്സ് വിൽ ബി ലൈക്ക് എന്താണ്? ഫോമൽ ലെറ്റേഴ്സ് ആയിരിക്കും. അതിൽ നമുക്ക് ഹായ്, ഹൗ ആർ യു എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല അല്ലേ. ഓക്കെ, അപ്പം വെൻ കമ്പയർഡ് ടു ദാറ്റ് ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്താ സംഭവിക്കുക? അത് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർക്ക് എഴുതുക. അതായത് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന് എഴുതാം. നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ മാറിയിരിക്കുകയാണെങ്കിൽ വെൻ യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു അതേഴ്സ്, അപ്പം അവർക്ക് ആ ഒരു രീതിയിൽ എഴുതുന്ന ലെറ്റേഴ്സിനെയാണ് വിൽ ബി സേയിങ് ലൈക്ക് ഇൻഫോർമൽ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഇൻഫോർമൽ ലെറ്ററുടെ ഒരു ഫോമാറ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ഫോമൽ ലെറ്റേഴ്സിൻ്റെയും ഫോമാറ്റ് തരാം, ഡോണ്ട് വറി. നിങ്ങൾക്ക് അതും എഴുതാനുള്ള ഒരു പ്രാക്ടീസ് ഐ വിൽ ബി ഗിവിങ്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെയായിരിക്കും വാട്ട് ക്യാൻ ബി ദ ഫോമാറ്റ് ഓഫ് എ ഇൻഫോർമൽ ലെറ്റർ. അപ്പം ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഫോം മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് എഴുതാവുന്ന മാറ്റർ ഉണ്ടല്ലോ, ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ്. നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല, ബിക്കോസ് യു നോ ദ സ്റ്റോറി അല്ലേ. അവിടെ എന്താണ് നടന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു മാറ്റർ ഫില്ല് ചെയ്യുന്നതിൽ വലിയൊരു പ്രശ്നം വരാൻ സാധ്യതയില്ല. ബട്ട് നമുക്ക് ഫോമാറ്റ് ആണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഐ വിൽ ഷോ യു, ഐ വിൽ ഡിസ്ക്രൈബ് യു ദ ഫോമാറ്റ് ഓഫ് എ informal letter. Okay, okay, now we are going to write it. Okay, let's get started. അപ്പം നമ്മുടെ എക്സാം പേപ്പർ ആണിത്. നിങ്ങൾ നിങ്ങളുടെ ഈ സ്ക്രീനിനെ എക്സാമിൻ്റെ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്ന പേപ്പറായിട്ട് നോക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് ബോർഡേഴ്സ് അല്ലേ. ഇതിപ്പോൾ ഒരു എക്സാമിൻ്റെ ഷീറ്റ് ഓഫ് പേപ്പർ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പേപ്പറിൻ്റെ ബോർഡേഴ്സ് ആണിത്. ദെൻ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ്, ഒരു ലെറ്റർ എഴുതാനാണ്, ഇൻഫോർമൽ ലെറ്റർ ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു നോട്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ഒരു ഫ്രം അഡ്രസ് യു ക്യാൻ റൈറ്റ് ഹിയർ. നമ്മൾ ആർക്കാണോ എഴുതുന്നത്, ഇപ്പോൾ ഒരു അഡ്രസ് യു ക്യാൻ ഗിവ് ഹിയർ. എന്താണ് അഡ്രസ്? യെസ്, അപ്പോൾ അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഐ വിൽ ബി റൈറ്റിംഗ് ഇറ്റ് വൺസ് മോർ. അഡ്രസ്, അപ്പോൾ ഏതെങ്കിലും ഒരു അഡ്രസ്സ് യു ക്യാൻ റൈറ്റ് ദർ. ഇനി എന്താ സംഭവിക്കുന്നത്? ഒരു അഡ്രസ്സ് എന്ന് പറയുമ്പം വീട്ടുപേര് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലം, ഒരു 2-3 ലൈൻസ് ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പം യു ക്യാൻ റൈറ്റ് ദ അഡ്രസ് ഹിയർ. ദെൻ യു ഹാവ് ടു മെൻഷൻ ദ ഡേറ്റ് ഹിയർ. ഓക്കെ, ഡേറ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തതായിട്ട് എഴുതുക. ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ്? ഇവിടെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? എന്തെഴുതാം? യെസ്, ഹായ്, അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതാം. ഓർ ഡിയർ, എന്താണോ ഫ്രണ്ടിൻ്റെ പേര്, ഡിയർ ഫ്രണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ,
അപ്പോൾ ഡിയർ ഫ്രണ്ട്, ദെൻ യു ക്യാൻ ഇവിടെ തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. എന്താ എഴുതും? ഹായ്, ഹൗ ആർ യു? നമുക്ക് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ ആദ്യമേ ഭയങ്കര ഫോമൽ ആയിട്ടൊന്നും ആയിരിക്കില്ലല്ലോ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹായ്, ഹൗ ആർ യു, നീ എങ്ങനെ ഇരിക്കുന്നു, സുഖമായിട്ടാണോ ഇരിക്കുന്നത്, അതൊക്കെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ലെറ്റർ. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ കം ടു ആർ ടോപ്പിക്. നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? യെസ്, ഡിസ്കസ് അബൌട്ട്, അല്ലെങ്കിൽ എന്താ, യു ആർ വെരി മച്ച് ത്രിൽഡ് ബൈ ഹിസ് അക്വൈൻറ്റൻസ് വിത്ത് ദിസ് സ്ക്വിറൽ. എങ്ങനെയാണ് നമ്മൾ റൈറ്റ്, ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ ഫോമാറ്റ് ക്ലിയർ ആയോ? ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദി അഡ്രസ്. ഒരു അഡ്രസ്, ഏതെങ്കിലും ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദർ ഇസ് നോട്ട് എ അഡ്രസ് ഇല്ലെങ്കിലും ഇറ്റ് ഇസ് ഓക്കെ, ഇൻഫോർമൽ ലെറ്റർ ആണല്ലോ. യെസ്, ദെൻ യു ഹാവ് ടു മെൻഷൻ ദ ഡേറ്റ്. ദെൻ ജസ്റ്റ് ഒരു സല്യൂട്ടേഷൻ പോലെ ഹായ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഹായ്, ഒരു ഡിയർ. ഇപ്പം അമ്മു എന്നാണ് നിങ്ങളുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ രാജു എന്നാണ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരെങ്കിൽ ഡിയർ രാജു, അല്ലെങ്കിൽ ഡിയർ പോപ്പി, അങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ യു ക്യാൻ സ്റ്റാർട്ട് ഇൻ എ ഇൻഫോർമൽ വേ. ഹൗ ആർ യു, എങ്ങനെ പോകുന്നു, ഹൗ ഗോസ് യുവർ സ്റ്റഡീസ്, നിങ്ങളുടെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വി ക്യാൻ സ്റ്റാർട്ട്. ഐ വാസ് വെരി ത്രിൽഡ് ഇൻ ദ റീസെൻറ്റ് ഡേ. ഞാൻ ലാസ്റ്റ് ഡേ ഭയങ്കര ത്രിൽഡ് ആയിരുന്നു, ബിക്കോസ് ഐ ജസ്റ്റ് ഗോട്ട് എ ഫ്രണ്ട്, ഒരു സ്ക്വിറൽ ഫ്രണ്ടിനെ എനിക്ക് കിട്ടി, ആൻഡ് നൗ ഐ എം ഫീലിംഗ് വെരി ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ കണ്ടിന്യൂ ദാറ്റ് ലെറ്റർ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം നമുക്ക് ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ആർ യു റെഡി ഫോർ ദാറ്റ്? ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ഫൈൻ. അപ്പം വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? I'll read it for you. The boy was thrilled at seeing the fight between the cobra and the mangoes. Then, you may also have the same feeling. Narrate the fight scene in your own words. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് നിങ്ങൾക്ക് ആ സ്റ്റോറി എന്താണെന്ന്, ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് സ്റ്റോറി, ആ സ്റ്റോറിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ. എന്താ, ഒന്നുമില്ല, നമ്മൾ ഇതിനകത്ത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഈ കോബ്രയും അതുപോലെ തന്നെ മംഗൂസും, ദ സ്നേക്ക് ആൻഡ് ദി പാമ്പും നമ്മുടെ കീരിയും തമ്മിലുള്ള ഒരു ഉഗ്രൻ ഫൈറ്റ് സീൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫൈറ്റ് സീൻ യു ക്യാൻ ജസ്റ്റ് വിഷ്വലൈസ്. നിങ്ങളത് വായിക്കുമ്പോൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു റൈറ്റ് ദിസ്. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് നറേറ്റ്. what you want to do? നറേറ്റ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻ യുവർ ഓൺ വേർഡ്സിൽ നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഫൈറ്റ് സീൻ കണ്ടു എന്നുള്ളൊരു ഫീലിൽ യു ഹാവ് ടു റൈറ്റ് ദാറ്റ് ഫൈറ്റ് സീൻ. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ഒരു കോബ്രയും ഇത് ഫൈറ്റ് ചെയ്യുന്ന സീൻ കണ്ടിരുന്നു. ഐ വാസ് വെരി ത്രിൽഡ്. ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ആ ഫൈറ്റ് സീൻ്റെ ഇൻറ്റൻസിറ്റി യു ഷുഡ് കൺവേ ത്രൂ യുവർ വേർഡ്സ്. നിങ്ങൾ പറയുന്നതിലൂടെ ആ ഫൈറ്റ് സീൻ എത്രമാത്രം ഇൻറ്റൻസ് ആയിരുന്നുവെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും ഓക്കെ ആണോ? അപ്പോൾ the question was, the boy was thrilled at seeing the fight scene, the cobra and the mongoose. You may also have the same feeling. Narrate the fight scene in your own words. നിങ്ങളുടേതായ വേർഡ്സിൽ you just have to narrate that fight scene. ക്ലിയർ? അപ്പോൾ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നിങ്ങൾക്കൊന്ന് തറവായി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു മേക്ക് എ വെരി ഗുഡ് നറേഷൻ. ഓക്കെ, അപ്പം വിൽ ഗോ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലൊന്ന് നോക്കിയാലോ? ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? And amongst the wool were the 3 baby squirrels, all of them white. Imagine the boy scribbled down this unforgettable sight in his diary. Write a similar diary. Yes, very, very easy അല്ലേ? ഒരു ഡയറിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതത്ര ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ അല്ലേ? അപ്പം അതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഡയറിക്കും നിങ്ങൾ ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദി ഫോമാറ്റ്, നിങ്ങൾക്ക് ഇതിനും ഈ പറഞ്ഞിരിക്കുന്ന 5 മാർക്സ് അല്ലെങ്കിൽ 6 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളതൊന്ന് ചെയ്യാം? അതിൻ്റെ ഒരു ഫോമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ദെൻ യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ് വെരി ഈസിലി. ബാക്കി നിങ്ങൾക്ക് അറിയാം, കഥ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അതിൻ്റെ സമ്മറി നിങ്ങൾക്ക് യു ഓൾറെഡി നോ ദാറ്റ്. ഇനി ഇതിൻ്റെ ഫോമാറ്റും കൂടെ ഒന്ന് നോക്കാം. സോ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദി ഫോമാറ്റ് ഓഫ് എ ഡയറി. ഐ വിൽ ബി റൈറ്റിംഗ് ദാറ്റ്. ഓക്കെ, അപ്പം ഞാൻ ആ ഫോമാറ്റ് ഒന്ന് എഴുതാം. ഡയറിയുടെ ഫോമാറ്റാണ്. അപ്പം നിങ്ങളുടെ വീണ്ടും എക്സാമിൻ്റെ ഷീറ്റ് ഓഫ് പേപ്പറാണ് ഞാൻ എടുത്ത ബോർഡറൊക്കെ വരച്ച് ഞാൻ ഐ വിൽ ബി ഷോയിങ് ദാറ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? യു ഹാവ് എ പേപ്പർ ഹിയർ. അപ്പം ഡയറി എഴുതുമ്പോൾ ഡോണ്ട് ഫൊർഗെറ്റ് ദിസ് തിങ്. ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഈസ്, എന്താ എഴുതേണ്ടത്? ദ ഡേറ്റ്, അല്ലെങ്കിൽ ഏത് ഡേ ആണോ നിങ്ങളിത് നടത്തുന്നത്. ഇപ്പം ഇഫ് ഇറ്റ് ഈസ് 21st August, then 2022. 2022. 2022 August. 2022. 2022 August. 2022. 2022 August. 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 20
ഇപ്പം സപ്പോസ് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് 21st August 2022 ഈ ഒരു ഡേയിലാണ് ഈ ഒരു ഡയറി നമ്മുടെ ബോയ് എഴുതുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ യു ഹാവ് ടു ജസ്റ്റ് മെൻഷൻ ദി ഏത് ഡേറ്റ് ആണെങ്കിൽ ഏത് മാസമാണ് ഏത് ദിവസമാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് നമുക്ക് ഡയറിയിൽ ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ യു ക്യാൻ സ്റ്റാർട്ട് ദി ഡയറി. ഇനി ഇതിൽ കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഒരു ലെറ്റർ എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സ്പീച്ച് എഴുതുന്ന പോലെ അങ്ങനത്തെ വേറെ കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നും ഒരു ഡയറിക്കില്ല. When compared to other forms of things we have to write, diary is a very easy one. Okay, അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇനി എന്താ നമുക്ക് എഴുതാൻ പറ്റുക. അപ്പം we can write our sentences now. ഇവിടെ നമുക്ക് ആവശ്യപ്പെട്ട നമ്മളോട് എന്താണോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് എഴുതാം. ആൻഡ് റിമെമ്പർ വൺ തിങ്, നിങ്ങൾ ആദ്യമേ തന്നെ കൊണ്ടുപോയിട്ട് എന്താണ് I saw a fight between എന്താണ് snake and a mongoose എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നതിനേക്കാളും നല്ലത് it will be better if you use I was very thrilled today. എന്താണ് ഞാൻ ഭയങ്കര thrilled ആയിരുന്നു. എന്തിന്? I just saw 3 baby squirrels, all of them white. ആ ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ തുടങ്ങാം. I'm very excited and happy today because I saw 3 baby squirrels. എൻ്റെ ഫ്രണ്ടിൻ്റെ ബേബി സ്ക്വിറലിൻ്റെ ബേബീസിനെ കണ്ടു and all of them were white. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എന്ന് പറഞ്ഞ് you can start the ഡയറി റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയോ? ഇതിൽ വേറെ കൂടുതലൊന്നുമില്ല. ജസ്റ്റ് ഓൾവേസ് റിമെമ്പർ ദിസ് ഫോമാറ്റ്. ഈ ഒരു ഡേറ്റ് ആൻഡ് ടൈം മെൻഷൻ ചെയ്യാനുള്ളത് മറന്നു പോകാതിരുന്നാൽ മതി. ദെൻ യു വിൽ ബി ഏബിൾ ടു സ്കോർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമാറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ ഷാൽ വി ഗോ ഫോർ ദി നെക്സ്റ്റ് വൺ. അടുത്തതിലേക്ക് പോയാലോ എന്നാൽ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമ്മുടെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ഇസ് ഹിയർ. വാട്ട് ഇസ് ദ ചാപ്റ്റേഴ്സ് നെയിം? യെസ്, The Snake and the Mirror, and the author is വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാത്തവരായിട്ട് നമ്മൾ ആരും ഉണ്ടാവില്ല അല്ലേ? അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖി അല്ലേ, അങ്ങനെ മതിലുകൾ പോലുള്ള നോവൽസ് ഒക്കെ വളരെ ഫേമസ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് എന്ത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഇതും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി എന്താണെന്ന് പെട്ടെന്ന് ഞാനൊരു ജിസ്റ്റ് പറഞ്ഞുതരാം. ദെൻ വിൽ ബി മൂവിങ് ഓൺ ടു ദി ക്വസ്റ്റ്യൻസ്. ഓൾ റൈറ്റ്? യെസ്. അപ്പം എന്താണ് ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഹോമിയോപാത്ത് എന്ന് വെച്ചാൽ ഒരു ഹോമിയോ ഡോക്ടർ, ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് നമ്മൾ ഈ എൻറ്റയർ സ്റ്റോറിയിൽ കാണുന്നത്. അപ്പം ഇദ്ദേഹം സ്വാഭാവികമായിട്ടും വൈകുന്നേരം ഡ്യൂട്ടി അല്ലെങ്കിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഡോക്ടറാണല്ലോ, അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. ആൻഡ് ഹീ ഈസ് നൗ ഇൻ ഹിസ് റൂം. ഒരു വലിയ സെറ്റപ്പുള്ള റൂമൊന്നും അല്ല, ഒരു വളരെ മിനിമം ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണ്. ആൻഡ് അവിടെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അയാൾ എന്താ ഒരു റെൻറ്റഡ് റൂമിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചാൽ അങ്ങനെയാണ് ഹീസ് ലിവിങ്. അപ്പം എന്താ വൈകുന്നേരമല്ലേ വരുന്നുള്ളൂ, അപ്പം അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പം ഹീ ഈസ് ലിവിങ് ദർ. അദ്ദേഹം വന്നു. ഷർട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? വിൽ ബി അൺഡ്രസ്സിങ് ആ ഡ്രസ്സസ്. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടും. ദെൻ വിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ബെഡൊക്കെ റെഡിയാക്കി അദ്ദേഹം കിടക്കാനുള്ള പരിപാടി. രാത്രിയാണല്ലോ, ഈവനിങ് കുറേ കഴിഞ്ഞപ്പോഴാണല്ലോ വന്നത്. യെസ്, അപ്പോൾ അദ്ദേഹം കിടക്കാനുള്ള പരിപാടി ഒന്ന് കിടന്ന് നോക്കി. ബട്ട് ഹീ ഈസ് നോട്ട് ഗെറ്റിംഗ് പ്രോപ്പർ സ്ലീപ്പ്. ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു? ഹി ജസ്റ്റ് വെന്റ് ഔട്ട്. വരാന്തയിലൊക്കെ ഒന്ന് പോയി നിന്നു. അവിടെ നിന്നിട്ടും ഒരു സുഖമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? അയാൾ തിരിച്ച് റൂമിൽ കയറി വന്ന് ഹി ജസ്റ്റ് ഓപ്പൺഡ് എ ബുക്ക്. അയാളുടെ ഒരു മെഡിക്കൽ ബുക്ക് തുറന്നിട്ട് ഹി ജസ്റ്റ് വാണ്ടഡ് ടു റെഫർ, എന്തെങ്കിലും ഒന്ന് വായിക്കാം അല്ലെങ്കിൽ ഒന്ന് പഠിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഹി വാസ് ജസ്റ്റ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ അതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചേ? ഈ ബുക്ക് കയ്യിലെടുപ്പുണ്ട്. ആൻഡ് ഇൻ ദാറ്റ് ടേബിൾ ഹി വാസ് സിറ്റിംഗ്. ഇരിക്കുന്ന അതിൻ്റെ തൊട്ടടുത്തൊരു ടേബിൾ. ആ ടേബിളിൽ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. ദർ വാസ് എ മിറർ. ഒരു മിററും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് നമുക്കുള്ളൊരു ടെൻഡൻസിയാണ് നമ്മൾ ഇരിക്കുന്ന എവിടെയെങ്കിലും അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിക്ക് പോലും ഒരു മിറർ കണ്ടാൽ നമുക്കൊന്ന് എടുത്ത് നോക്കൂ അല്ലേ? ഒരു കാര്യമല്ല, നമ്മൾ തൊട്ട് മുന്നേ ഫുള്ള് ഡ്രസ്സപ്പ് ചെയ്ത് എല്ലാം ശരിയാക്കിയിട്ട് വന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ വി ഹാവ് ദാറ്റ് ഇൻസ്റ്റിങ്ക്ട്. നമുക്ക് അങ്ങനെ നോക്കാനൊരു ത്വര ഉണ്ടാവും അല്ലേ? സെയിം തിങ് ഹാപ്പൻഡ് ഹിയർ ഓൾസോ. അപ്പം നമ്മുടെ ഡോക്ടർ ഇസ് ടേക്കിംഗ് ദാറ്റ് മിറർ എന്നിട്ട് നോക്കുകയാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ നോക്കും. ഓ മൈ ഗോഡ്. അപ്പോൾ അയാൾ സ്വന്തമായിട്ട് ഇങ്ങനെ എന്താ ഞാനൊരു ഡോക്ടറാണ് അല്ലേ? അപ്പം ഞാനൊരു ഡോക്ടറാണ്. അപ്പം ഹീ ഈസ് സ്റ്റിൽ അൺമാരീഡ് കേട്ടോ. അപ്പം അദ്ദേഹം ഇതുവരെ കല്യാണം എന്ന് കഴിച്ചാൽ ഹീ ഈസ് എ ബാച്ചിലർ, മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ഇൻ ദി ഏരിയ എന്നൊക്കെ പറയൂലേ. അപ്പോൾ അതുപോലെ അദ്ദേഹം ഒരു ബാച്ചിലറാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല.
അപ്പം ഇദ്ദേഹം പറയണം, ഓ യെസ് ഐ എം എ ഡോക്ടർ ആൻഡ് ഐ എം എ ബാച്ചിലർ. അപ്പം ഞാൻ എൻ്റെ സൗന്ദര്യമൊക്കെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്, എന്നാലല്ലേ എനിക്ക് നല്ലൊരു സുന്ദരിയായിട്ടുള്ള നല്ല ക്യാഷുള്ള നല്ല റിച്ച് ആയിട്ടുള്ളൊരു വൈഫ് ഒരു ഡോക്ടറായിട്ടുള്ള ഒരു വൈഫിനെ എനിക്ക് കിട്ടുള്ളൂ. സോ ഐ ജസ്റ്റ് ഹാവ് ടു ലുക്ക് മോർ ഇൻ ടു മൈ ബ്യൂട്ടി, അല്ലെങ്കിൽ എൻ്റെ ബ്യൂട്ടി കുറച്ചുകൂടിയൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ ഇദ്ദേഹം സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങനെ പുകഴ്ത്തി, നമ്മൾ തള്ളുക എന്നൊക്കെ പറയില്ലേ, സ്വന്തമായിട്ട് മനസ്സിൽ തള്ളിക്കൊണ്ട് ആരോടത്തും അല്ല തള്ളുന്നത്, ഹി ഈസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഹിംസെൽഫ്. അപ്പോൾ ഈ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? വെൻ ഹി വാസ് ഡൂയിങ് ദിസ്, അദ്ദേഹം ഒരു ചെയറിലാണ് ഇരിക്കുന്നത്. ആ ചെയറിലേക്ക് ആര് വന്നു? എ സ്നേക്ക് ക്രൗൾഡ് ത്രൂ ദി ലെഗ്സ് ഓഫ് ദാറ്റ് ചെയർ. ഒരു ചെയറിൻ്റെ ലെഗ്സിലൂടെ ക്രൗൾ ചെയ്തിട്ടൊരു സ്നേക്ക് വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസും ഈ സ്നേക്കുമായിട്ട് വളരെ കുറച്ച് ദൂരമുള്ളൂ, ഇത്രയും ദൂരത്തിലാണ് ദ സ്നേക്ക് ഇസ് സിറ്റിംഗ്. അപ്പോൾ എന്ത് ചെയ്തു? ഹി വാസ് നമ്മുടെ ഓതർക്ക്, നമ്മുടെ ഡോക്ടർക്ക് ഹി ഈസ് ഫ്രൈറ്റൻഡ്. പേടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും, പേടിച്ചിട്ട് ഒച്ച പോലും പുറത്ത് വരാൻ പറ്റുന്നില്ല എന്ന് പറയില്ല. സെയിം കണ്ടീഷനിലാണ് നമ്മുടെ ഡോക്ടർ. ബട്ട് ഹോപ്പ്ഫുള്ളി, അല്ലെങ്കിൽ ബൈ ഗോഡ്സ് ഗ്രേസ് ഹി വാസ് സേവ്ഡ്. എങ്ങനെയോ നമ്മുടെ ഡോക്ടർ സേവ്ഡ് ആയി, രക്ഷപ്പെട്ടു. അപ്പം ഈ രക്ഷപ്പെടലിന് നമ്മുടെ ഡോക്ടർ പറഞ്ഞു, ഇത് ശരിക്കും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് മാത്രം നടന്ന ഒരു കാര്യമാണ്, അതർവൈസ് ഐ വോണ്ട് ബി ഏബിൾ ടു എസ്കേപ്പ് ഫ്രം ദി സ്നേക്സ് മൗത്ത്, അല്ലെങ്കിൽ സ്നേക്കിൻ്റെ ബൈറ്റിൽ നിന്ന് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് പ്രൈസിങ് ദി ലോഡ്, അല്ലെങ്കിൽ ആ ലോഡ് നമ്മുടെ ദൈവം സഹായിച്ചിട്ട് മാത്രമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുവഴി നമ്മുടെ ഡോക്ടർ മനസ്സിലാക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യം കൊണ്ടാണ് നമുക്കെല്ലാം നേടുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് എന്നുള്ള, അല്ലെങ്കിൽ സ്വയം ഞാൻ എന്നുള്ളൊരു ഭാവം ഒരിക്കലും നമ്മുടെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഈസ് ഡേഞ്ചറസ് എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ഈ ഒരു സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന സ്റ്റോറിയിലൂടെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം സ്റ്റോറി ഇറ്റ്സ് നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ്, നിങ്ങൾക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു സ്റ്റോറിയാണ്. നൗ വിൽ ബി ലുക്ക്. അപ്പോൾ സ്റ്റോറി ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഐ വിൽ ഷോ യു അനദർ സ്ലൈഡ്. യെസ്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താ കാണുന്നത്? there is a conversation, അല്ലേ? കാണുന്നുണ്ടോ എല്ലാവരും? there is a conversation. Complete the conversation suitably. അപ്പോൾ നമ്മുടെ ഒന്നാമത്തത്, ഇപ്പോൾ ഈ കോൺവെർസേഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് ഹോമിയോപാത്ത് ആൻഡ് മദർ രണ്ടുപേരെയും കാണുന്നുണ്ട്, അല്ലെ? രണ്ടുപേരുടെ ഡയലോഗ്സ് ആണ് യു ആർ സീയിങ്. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡോക്ടർ ആ സംഭവം നടന്നേ പിന്നെ അദ്ദേഹം അവിടുന്ന് ആ വീട് മാറി വേറൊരു സ്ഥലത്തേക്ക് താമസം മാറി. ഈ ഒരു ഇൻസിഡൻ്റ് ഒക്കെ, സ്നേക്കിൻ്റെ ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായതോടെ അദ്ദേഹത്തിന് പേടിയായ ഹി ജസ്റ്റ് മൂഡ് ഔട്ട് ഓഫ് ദാറ്റ് പ്ലേസ്. ആ സ്ഥലത്ത് നിന്ന് പോയി ഇനി പുതിയൊരു സ്ഥലത്ത്, വേറൊരു സ്ഥലത്തൊരു റൂമൊക്കെ റെൻറ്റിനെടുത്ത് അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത്. അപ്പം അതിനെ പറ്റി about this, ഈ ഒരു കോണ്ടെക്സ്റ്റിനെ പറ്റി he is talking, അല്ലെങ്കിൽ he and his mother is having a conversation. അപ്പം നമ്മുടെ ഡോക്ടറുടെ, ഹോമിയോപാത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അമ്മയും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു ഈസ്, നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ദ ഹോമിയോപാത്ത് വാട്ട് ഇസ് ഈ സേയിങ്? മദർ. ബാക്കി നിങ്ങൾക്ക് എ എന്ന് പറയുന്നത് യു ഹാവ് ടു ഫിൽ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് ഒന്നും പെട്ടെന്ന് ആദ്യമേ കണ്ടാൽ വിൽ നോട്ട് ബി ഏബിൾ ടു ഫിൽ ദാറ്റ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാന്ന് വിൽ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് ദാറ്റ്, നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. ബട്ട് ഇവിടുത്തെ ആൻസർ, ഈ എ എന്ന് പറയുന്ന ആൻസർ യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ദി സെക്കൻഡ് ലൈൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ നിങ്ങൾ കേട്ടിട്ട് അയ്യോ ഇതെന്താണെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട. ഇറ്റ്സ് വെരി ഈസി. രണ്ടാമത്തെ ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദി ആൻസർ ഫോർ എ. അപ്പോൾ ഒന്ന് നോക്കാം. ഹോമിയോപാത്ത് മദർ, ബാക്കി എ ആണ്. യു ഹാവ് ടു ഫൈൻഡ് ദാറ്റ്. ആൻഡ് മദർ, യെസ് ഐ ലൈക്ക് ദിസ് ന്യൂ ഹൗസ്. വൈ ഡാഷ്. അപ്പോൾ എന്താണ്? യെസ് ഐ ലൈക്ക് ദിസ് ന്യൂ ഹൗസ്. അപ്പം അമ്മ പറയാണ്, ഹോമിയോപാത്ത് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ദർ, അല്ലേ? അപ്പം അമ്മ എന്താ പറയുന്നത്? യെസ് ഐ ലൈക്ക് ദിസ് ന്യൂ ഹൗസ്. അപ്പം എനിക്ക് ഈ വീട് ഇഷ്ടമായി. അതെ എനിക്ക് ഈ വീട് ഇഷ്ടമായി. അങ്ങനെയാണ് മദർ ഇസ് റിപ്ലൈയിങ്. അപ്പം എന്തായിരിക്കും നമ്മുടെ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടാവുക? മാം അല്ലെങ്കിൽ മദർ ഡിഡ് യു ലൈക്ക് ദിസ് ഹോം എന്നായിരിക്കും അല്ലേ ചോദിച്ചിട്ടുണ്ടാവുക. അല്ലാണ്ട് അമ്മ ഇവിടെ പറയില്ലല്ലോ എനിക്ക് ഈ വീട് ഇഷ്ടമായി. യെസ് ഐ ലൈക്ക് ദിസ് ന്യൂ ഹൗസ്. ഡിഡ് യു ലൈക്ക് ദ ന്യൂ ഹൗസ് എന്നായിരിക്കും നമ്മുടെ ഡോക്ടർ അവിടെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് മദർ ഈസ് റിപ്ലൈയിങ് ലൈക്ക് യെസ് ഐ ലൈക്ക് ദിസ് ന്യൂ ഹൗസ്. എനിക്ക് ഈ വീട് ഇഷ്ടമായി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും?
Mother, did you like this house? അല്ലെങ്കിൽ did you like this new house? Okay, അപ്പോൾ ഇത് ക്ലിയർ ആയോ? എങ്ങനെയാണ് മേലത്തെ ഈ ഒരു എയുടെ ആൻസർ നമ്മൾ സെക്കൻഡ് ഡയലോഗിൽ നിന്ന് കണ്ടുപിടിച്ചതെന്ന്? അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് ഐ വിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഹിയർ ദ മദർ ഈസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ വൈ ഡാഷ്. ആ ബി ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കത് നോക്കാം. അടുത്തത് ഹോമിയോപാത്ത് എന്താ പറയുന്നത്? ദാറ്റ് ഹൗസ് വാസ് വെരി ഓൾഡ്, ഇറ്റ് വാസ് ഡേഞ്ചറസ് സ്റ്റേയിങ് ഹിയർ. യെസ്, അപ്പം എന്തായിരിക്കും അവിടെ ചോദിച്ചിട്ടുണ്ടാവുക? അപ്പം നമ്മുടെ ഡോക്ടർ പറയുന്നത് എന്താ? ആ ഹൗസ് വളരെ ഓൾഡ് ആയിരുന്നു, മാത്രമല്ല അവിടെ താമസിക്കുന്നത് ഭയങ്കര അപകടം പിടിച്ച ഒരു പണിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം വാട്ട് ക്യാൻ ബി ദ മദേഴ്സ് ക്വസ്റ്റ്യൻ? എന്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക? വൈ ഡിഡ് യു ലീവ് ദി അതർ ഹൗസ്, യുവർ ഓൾഡ് ഹൗസ്? എന്തിനാ നീ നിന്റെ പണ്ടത്തെ വീട് വിട്ടിട്ട് ഈ പുതിയ വീട് വാങ്ങിയതെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് ദ ഹോമിയോപാത്ത് ഇസ് ഗിവിംഗ് ആൻ ആൻസർ ലൈക്ക് ദിസ്. ദാറ്റ് ഹൗസ് വാസ് വെരി ഓൾഡ് ആൻഡ് ഇറ്റ് വാസ് ഡേഞ്ചറസ് സ്റ്റേയിങ് ദർ. അപ്പം മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഹൗ യു ആർ ടു ഫിൽ ദീസ് കോൺവെർസേഷൻസ് എന്ന്. അപ്പം നിങ്ങൾക്ക് ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് വരുന്ന ആ സെൻറ്റൻസ് വെച്ചിട്ട് യു ക്യാൻ ഫിൽ ദിസ് കോൺവെർസേഷൻ. ക്ലിയർ? യെസ്, അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ എ ലൈക്ലി ക്വസ്റ്റ്യൻ ടു കം ഫ്രം ദിസ് ചാപ്റ്റർ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും? ഇനിയിപ്പോൾ വേറെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ വി ഡോണ്ട് ഹാവ് എനി അതർ മോർ ക്യാരക്ടേഴ്സ് അല്ലേ, വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. അപ്പം ഒറ്റൊരു ക്യാരക്ടറേ ഉള്ളൂ. ഹൂ ഈസ് ദാറ്റ്? യെസ്, നമ്മുടെ ഹോമിയോപാത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, അപ്പം അതും കൂടെ ഐ വിൽ ജസ്റ്റ് മെൻഷൻ. അത് നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. എന്താണ് ക്യാരക്ടർ യെസ്, അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ ഒരുപാട് എഴുതി ശീലം ഉണ്ടാവും. ഒന്നുമില്ല, ജസ്റ്റ് റീഡ് ദാറ്റ് സ്റ്റോറി. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ സ്റ്റോറി വായിക്കുമ്പോൾ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഐഡിയ. നമ്മുടെ ഹോമിയോപാത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ വിൽ ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ക്യാരക്ടർ ഓഫ് ദി ഹോമിയോപാത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഹി വാസ് എ ബിറ്റ് ഫ്രൈറ്റൻഡ് അല്ലേ, ആ സ്നേക്കിനെ കണ്ടിട്ട് കുറച്ച് ഫ്രൈറ്റൻഡ് ആയി. ദെൻ ഹി വാസ് എ ബിറ്റ് അംബീഷ്യസ് അല്ലേ. എങ്ങനെ അംബീഷ്യസ് ആണ്? കുറച്ച് ആഗ്രഹങ്ങളൊക്കെ കൂടുതലുള്ള, ഇച്ചിരി അത്ര ആഗ്രഹം എന്നൊക്കെ വേണേൽ പറയാം അല്ലേ. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഹി വാസ് പ്രൈസിങ് ഹിംസെൽഫ്, തന്നെ കുറച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫ് അപ്രീഷിയേഷൻ കുറച്ച് കൂടുതലുള്ള ഒരാളാണ് അല്ലേ, അപ്പോൾ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ വാട്ട് ഹി വാസ് ഡൂയിങ്? ഹി വാസ് ഹോപ്പിംഗ് ഫോർ എ റിച്ച് വൈഫ്. നല്ല ചില പൈസയുള്ള, നല്ല കാണാനൊക്കെ ഭംഗിയുള്ള, നല്ല പൈസയുള്ള ഒരു വൈഫിനെയാണ് ഹി ഈസ് എക്സ്പെക്ടിങ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഹി ഈസ് എ ബിറ്റ് അംബീഷ്യസ്, കുറച്ച് ആഗ്രഹങ്ങളൊക്കെ കൂടുതലുള്ള ഒരാളാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പം കുറച്ചൊക്കെ അംബീഷ്യസ് ആണ്, കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ട്. യെസ്, ഒരു ഡോക്ടറാണ്. ഹി വാസ് സ്റ്റാർട്ടിങ് ടു റീഡ്. അപ്പം വലിയൊരു ആഡംബരക്കാരനൊന്നും ആയിരുന്നില്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല ഇഫ് ഹി ഈസ് റിച്ച് ഓർ നോട്ട്, ബട്ട് സ്റ്റിൽ ഹി വാസ് അംബീഷ്യസ് എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അതിൽ. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താ നമുക്ക് അതിൽ പറയാവുന്നത്? അപ്പം നമ്മുടെ സ്നേക്ക് വന്നപ്പോഴേക്കും ഹീ ഗോട്ട് റിയലൈസ്ഡ് അല്ലേ. എന്താ സ്നേക്ക് വന്നിട്ട് വെൻ ഹി വാസ് എസ്കേപ്ഡ് ഫ്രം ദാറ്റ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ആയപ്പോഴേക്കും വാട്ട് വാസ് ഹിസ് ഫീലിംഗ്? യെസ്, ഹി അണ്ടർസ്റ്റുഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ്. നമ്മൾ മാത്രമുള്ളത് കൊണ്ട് ഒന്നും നടക്കില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹത്തിന് വന്നു. അപ്പം പിന്നെ ബാക്കി ഹി ഈസ് ലീഡിങ് ഹിസ് ലൈഫ് അക്കോർഡിങ്, നമുക്ക് അങ്ങനെ വിചാരിക്കാം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നതുകൊണ്ട് ഹിൽ ബി ഡൂയിങ് ബെറ്റർ ഇൻ ഹിസ് ഫ്യൂച്ചർ ലൈഫ്. അപ്പം അങ്ങനെ നമുക്ക് വിചാരിക്കാം. അപ്പം ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എൻറ്റയർ ആയിട്ട് ഇദ്ദേഹത്തെ പറ്റി മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യു ക്യാൻ ഡൂ ദാറ്റ്. ക്ലിയർ ആയോ? യെസ്, അപ്പം നമുക്ക് നെക്സ്റ്റിലേക്ക് പോയാലോ? ഓക്കെ, ഫൈൻ. യെസ്, അപ്പം നമ്മൾ ഇത്രയും നേരം 2 സ്റ്റോറിയാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ യൂണിറ്റിലെ. ദിസ് ഈസ് ദി ലാസ്റ്റ് ചാപ്റ്റർ ഇൻ ദി ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പം ദിസ് ഈസ് എ പോയം. ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഐഡിയ അബൌട്ട് ദി പോയം. എന്താ? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അപ്പം ഏർലി സ്പ്രിംഗ് എന്നൊക്കെ പറയുമ്പോൾ സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീസൺ അല്ലേ, ഒരു സീസൺ ആണ്. അപ്പം എങ്ങനെയാണെങ്കിലും ഇറ്റ് ഇസ് സംവാട്ട് റിലേറ്റഡ് ടു നേച്ചർ. അപ്പം നമ്മൾ എൻറ്റയർ യൂണിറ്റിൽ വി വർ ഡിസ്കസിങ് അബൌട്ട് നേച്ചർ അല്ലെങ്കിൽ മാൻ ആൻഡ് നേച്ചർ, അവർ തമ്മിലുള്ള ഒരു റിലേഷനെ പറ്റിയിട്ടാണ് നമ്മൾ എൻറ്റയർ സ്റ്റോറികളിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ ഫുള്ള് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഈ ഒരു പോയം നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. യെസ്, ഐ നോ, ബട്ട് വിൽ ജസ്റ്റ് ഗോ ഫോർ എ ക്വിക്ക് ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ഓവർവ്യൂ ഒന്ന് നമ്മൾ നോക്കിയിട്ട് വിൽ ബി കമ്മിങ് ബാക്ക്. ഓക്കെ, അപ്പം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇറ്റ് ഈസ് എ പോം റിട്ടൺ ബൈ
വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള ഒരു നൈസ്, ഒരു വളരെ ഭംഗിയുള്ള ഒരു നേച്ചർ പോയം, നേച്ചറിനെ വല്ലാണ്ട് പ്രൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പോയമാണ് എന്ത്? യെസ്, ദ ലൈൻസ് റിട്ടൺ ഇൻ ദി ഏർലി സ്പ്രിംഗ്. അതിനകത്ത് ഇദ്ദേഹം പറയുന്നത് ഒന്നുമില്ല, ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമുള്ളൂ. എന്താണ്? ഇതൊരു പിക്ചറാണ് അല്ലേ? ഈ ഒരു പിക്ചറിൽ വി ക്യാൻ സീ എന്താ കാണാൻ പറ്റുന്നത്? യെസ്, എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ വി ക്യാൻ സീ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അല്ലേ? ഇവിടെ സ്കൈ ഇസ് ദർ, നല്ല സ്കൈ ഉണ്ട്, നല്ല സൂര്യനുണ്ട്. ദെൻ വി ക്യാൻ സീ ഗ്രീനറി, നല്ല പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. ഒരു റിവർ ഇസ് ഫ്ലോയിങ്, ഇതൊക്കെ കാണുന്നുണ്ട്. ആൻഡ് വി ഓൾസോ സീ ഒരു ഹാൻഡ് അല്ലേ, ഒരു JCBയുടെ ഹാൻഡ് ഇസ് ജസ്റ്റ് കമ്മിങ് ഹിയർ. അപ്പൊ ഇനി നെക്സ്റ്റ് പിക്ചറിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ക്യാൻ യു സീ? ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ പിക്ചർ. എന്താ? ഇവിടെ ലോഡ് ഓഫ് കൺസ്ട്രക്ഷൻസ് ആർ ദർ. ഇവിടെ എന്താണ്? ആ ഒരു റിവറൊക്കെ പോയിട്ട് ഇവിടെ വേറെ എന്തോ ഒരു ജസ്റ്റ് ഒരു പോണ്ട് പോലത്തെ ഒരു സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഹൗസസ്, ദെൻ വെഹിക്കിൾസ്, കണ്ടോ, വാഹനങ്ങൾ. ദെൻ ഒരു കാര്യം യു ഹാവ് ടു നോട്ടീസ്, എന്താണ് ഇവിടെ സ്കൈ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബ്ലൂ ഇൻ കളർ. ബ്ലൂ കളറിലുണ്ടായിരുന്ന സ്കൈ ഇപ്പൊ ഇവിടെ എന്താ കളറിലായി? യെസ്, ഇറ്റ് ടേൺഡ് ഇൻടു ബ്ലാക്ക്, അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ബ്ലാക്കിലേക്ക് വന്നു. എന്തായിരിക്കും അപ്പൊ അതിന്റെ കാരണം? യെസ്, പൊല്യൂഷൻ, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ, അല്ലെങ്കിൽ നമ്മളെന്താ കൂടുതൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ വന്നപ്പം യൂസേജ് അല്ലെങ്കിൽ പൊല്യൂഷൻ, വേസ്റ്റുകളൊക്കെ കൂടി. ബട്ട് ടോട്ടലി ദ എൻറ്റയർ നേച്ചർ ഗെറ്റ്സ് ഷിഫ്റ്റഡ് ഫ്രം ദിസ് ടു ദിസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. അപ്പം ഈ ഒരു ചാപ്റ്ററിലും ഈ ഒരു പോയത്തിലും നമ്മൾ കാണുന്നത് ഈ ഒരു ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് ഫ്രം ദിസ് ബ്യൂട്ടിഫുൾ നേച്ചർ ടു ദിസ് ഡേഞ്ചറസ് നേച്ചർ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് വേർഡ്സ്വർത്ത് ഇതിൽ പറയുന്നതെന്ന്. വെരി സിമ്പിൾ ആണ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിക്ക് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ്. ഫുൾ ഓരോ ലൈൻ ബൈ ലൈൻ ഐ വിൽ നോട്ട് ബി ഗോയിങ്, ബട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് കാര്യങ്ങൾ ഐ വിൽ ബി ഷെയറിങ്. അപ്പം ദ പോയം സ്റ്റാർട്ട്സ് വിത്ത്, അപ്പം നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു ഹാപ്പി മൂഡിലാണ്. എന്താണ്? നമ്മുടെ പോയറ്റ് സിറ്റിംഗ് ഇൻ ദ നേച്ചറിന്റെ ഇടയിൽ, പ്രകൃതിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ രാവിലെയൊക്കെ അല്ലെങ്കിൽ നല്ലൊരു ടൈമിലൊക്കെ നമ്മൾ പറമ്പിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഹിയർ? യെസ്, ഒരുപാട് പക്ഷികളുടെയും അല്ല ഗ്രാമപ്രദേശങ്ങളിൽ കേട്ടോ. വിൽ നോട്ട് ബി ഹിയറിങ് ടൗൺ ഏരിയാസിൽ ഈ പറഞ്ഞ സൗണ്ട്സ് ഒന്നും കേൾക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് പോസിബിൾ, അത്ര എളുപ്പമല്ല. But when it is compared to a village area ആണെങ്കിൽ we will be able to hear all these things. അപ്പം നമ്മുടെ poet is sitting somewhere, നേച്ചറിൽ എവിടെയോ പോയിരിക്കുകയാണ്. And he is hearing the voice of what? ഒരുപാട് ബേർഡ്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം he is very pleasant, അല്ലെങ്കിൽ he was very happy to hear all these sounds. ഈ ഒരു സൗണ്ട്സ് എല്ലാം കേൾക്കാൻ he is very happy. ഓക്കെ, അപ്പം അദ്ദേഹം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പയ്യെ he was getting sad. ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് വരുമ്പോഴേക്കും he was becoming sad. അപ്പം അങ്ങനെ സാഡ് ആവാനുള്ള കാരണം എന്താണ്? യെസ്, ദ നേച്ചർ ഗെറ്റ്സ് ഷിഫ്റ്റഡ് ഫ്രം ദിസ് ടു ദിസ്. ഈ ഒരു ഗ്രീനറി മാറി ഇവിടെ വേറെ ഒരു കളർ അല്ലെ, ഒരു ബ്രൗണിഷ്, ഒരു ഡാർക്ക്നെസ് വന്നു. അപ്പം ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഈ ഒരു പോയത്തിൽ നമ്മുടെ പോയറ്റ് ഇസ് ഡിസ്കസിങ്. ഓൾ റൈറ്റ്, അപ്പം അതാണ് ഇതിൻ്റെ ഒരു ജിസ്റ്റ് ഓഫ് ദിസ് പോം. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ കുറേ കൺസ്ട്രക്ഷൻസ് വന്നു, അല്ലെങ്കിൽ കുറേ മൈനിങ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് അല്ലേ, അല്ലെങ്കിൽ എന്താ ലാൻഡ് മൈനിങ്സ്, ലാൻഡ്സ് ഒക്കെ സ്ലൈഡ് ചെയ്തിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ കൺസ്ട്രക്ഷൻസ് ഒക്കെ വെക്കുന്നു, വീടുകൾ വെക്കുന്നു, അല്ലെങ്കിൽ എന്താ നമ്മൾ പാടി ഫീൽഡ്സ് ഒക്കെ ലെവൽ ചെയ്യുന്നു, കൃഷിയിടങ്ങളൊക്കെ മണ്ണിട്ട് നികത്തിയിട്ട് വിൽ ബി കൺസ്ട്രക്ടിങ് ഇൻഡസ്ട്രീസും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വി ആർ മേക്കിംഗ്. അപ്പം ഇതൊക്കെ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ആൻ ഇംബാലൻസ് ടു ദ നേച്ചറിന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ വി ആർ എക്സ്പീരിയൻസിങ് ഫ്ലഡുകൾ അല്ലെങ്കിൽ എർത്ത് ക്വേക്സ്, ഭയങ്കര കാലം തെറ്റിയുള്ള കാലാവസ്ഥകൾ. നമ്മളിപ്പം മഴ പെയ്യേണ്ട കാലത്താണോ മഴ പെയ്യുന്നത്? അല്ല. അപ്പം എല്ലാം ഒരു ഡിഫറെൻറ്റ് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഇറ്റ് ഈസ് ബിക്കോസ് ആർ ഡൂയിങ്സ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാണ് നേച്ചർ ഈസ് ബിഹേവിങ് ഇൻ എ റിപ്പല്ലിംഗ് മാനർ, ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടല്ല അല്ലേ ഇപ്പം നേച്ചർ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒക്കെ കാരണം നമ്മൾ തന്നെയാണ്. വി ഹ്യൂമൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ ദീസ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മൈൻഡിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇതാണ് ദ പോയം സ്പീക്സ് അബൌട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പോയത്തെ പറ്റിയിട്ട് പറയുന്നത്. ഐ മീൻ ആ പോയത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ദെൻ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ, ഒരു മോസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ വെൻ ദർ ഇസ് എ പോയം ഇൻ എ യൂണിറ്റ്. ഒരു യൂണിറ്റിൽ ഒരു പോയം ഉണ്ടെങ്കിൽ ദ മോസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടാവും, വാട്ട് ഇസ് ദാറ്റ്? യെസ്, അപ്രിസിയേഷൻ. അപ്പം ഇതിനും വി ക്യാൻ എക്സ്പെക്ട് ആൻ അപ്രിസിയേഷൻ ആയിട്ട് ഒരു നോട്ട് ചോദിച്ചേക്കാം. അപ്പം ഐ വിൽ ബി എക്സ്പ്ലെയിനിങ്
നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ബി ഗിവിങ് എനി നോട്ട്സ്. ഇത് എങ്ങനെ എഴുതണം ഇത് ഇപ്പം പറഞ്ഞില്ലേ ഓരോ ലൈൻ ബൈ ലൈൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഒന്നും ഐ വിൽ നോട്ട് ബി ഗിവിങ്, ബട്ട് ഐ വിൽ ഗിവ് യു ദ ഫോമാറ്റ്. ഫോമാറ്റ് ഇസ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾക്ക് ഒരു ഫോമാറ്റ് അറിയാമെങ്കിൽ then you will be able to write that. ഓക്കെ, അപ്പം ഐ വിൽ ബി ഗിവിങ് ദി ഫോമാറ്റ് ഓഫ് ആൻ അപ്രീസിയേഷൻ. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ്റെ ഫോമാറ്റ് ആണ് നൗ ഐ എം ഗോയിങ് ടു സേ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇതൊരു ഷോർട്ട് എങ്ങനെയാണെങ്കിലും ഇത് വന്നില്ലെങ്കിലും ഇഫ് യു ആർ ഹാവിങ് another poem, വേറൊരു പോയം ഉണ്ടെങ്കിൽ യു വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ് എ അപ്രീസിയേഷൻ. അപ്പോൾ അപ്രീസിയേഷൻ ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം this is a format of an appreciation. First you have to mention എന്താണ് നമ്മുടെ പോയത്തിൻ്റെ പേരെന്താണ് ആൻഡ് ഓത്തർ അല്ലെങ്കിൽ പോയറ്റിൻ്റെ പേരെന്താണ്. ഇപ്പം ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് പോയം എന്താണ് പോയറ്റിൻ്റെ ടൈറ്റിൽ? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആൻഡ് ദ പോയറ്റ് ഇസ് വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, അപ്പം വേർഡ്സ്വർത്തിനെ പറ്റി ഇഫ് യു ആർ നോയിങ് എനിത്തിങ്, അദ്ദേഹം ഭയങ്കര നേച്ചറുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയറ്റാണ്. അപ്പം നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ യു ക്യാൻ ഓൾസോ മെൻഷൻ ദാറ്റ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ യു ക്യാൻ മെൻഷൻ അബൌട്ട് ദി ടൈറ്റിൽ ഓഫ് ദി പോം, ദെൻ ഓത്തർ അല്ലെങ്കിൽ പോയറ്റ് ആരാണെന്ന് കൊടുക്കാം, ദെൻ എ വെരി സ്മോൾ സെൻറ്റൻസ് അബൌട്ട് ദി എൻറ്റയർ തീം. നമ്മൾ പോയത്തിൽ എന്തിനെ പറ്റിയാണോ പറയുന്നത് അതിൻ്റെ ഒരു എൻറ്റയർ തീം മുഴുവനായിട്ടുള്ള ഒരു ഐഡിയ ഒറ്റ ലൈനിൽ യു ക്യാൻ ഗിവ് ഇൻ ദി ഫസ്റ്റ് പാരഗ്രാഫ്. അത് ക്ലിയർ ആയോ? ഫോർ എക്സാമ്പിൾ ഈ പോയമാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്താ? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. അപ്പം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഫസ്റ്റ് പാരഗ്രാഫിൽ എന്ത് കൊടുക്കാം? ആദ്യമേ പോയത്തിൻ്റെ പേര് എന്താ? ലൈൻസ് ഇൻ ദി ഏർലി സ്പ്രിംഗ്, അത് കൊടുക്കുക. Then it is written by William Wordsworth and the poem talks about human and nature's relationship. So the first paragraph is over. ആദ്യത്തെ ഒരു പാരഗ്രാഫ് സെറ്റായി. നിങ്ങൾക്കപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. അപ്പോൾ അതിന് ഒരു ഇൻട്രോ പോയാൽ നമ്മൾ വിൽ ബി ഗിവിംഗ് ദാറ്റ് പാരഗ്രാഫ്. ഇനി എന്താ സംഭവം? അടുത്ത പാരഗ്രാഫ്സ് നമ്മൾ എന്താ എഴുതുക? യെസ്, ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഫ് യു ആർ ഗിവൺ ഒരു ചാൻസ് തന്നിട്ടുണ്ട്, അതായത് ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ പറഞ്ഞ ലൈൻസ് ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു കുറച്ച് ലൈൻസ് തന്നിട്ടാണ് മേക്ക് ആൻ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ യു. എന്താ ചെയ്യുക? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈൻസ് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് 2-3 ലൈൻസ് തന്നിട്ടുണ്ട്, ഓരോ ലൈൻസിൻ്റെയും മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടും കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് ലൈൻ. അപ്പോൾ ആ ഒരു മീനിങ്സ് അതൊന്ന് ഡീറ്റെയിൽ ചെയ്യുക നിങ്ങളുടെ അടുത്ത പാരഗ്രാഫിൽ. അപ്പം അതൊന്ന് ഡീറ്റെയിൽ ചെയ്യും. ഇഫ് യു ആർ നോട്ട് ഗിവൺ ദി ലൈൻസ്, നിങ്ങൾക്ക് അങ്ങനെ ലൈൻസ് തന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആ പോയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. യു വിൽ ബി സ്റ്റഡിങ് ദാറ്റ് അല്ലേ? നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടാവും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുക എന്താണ്? ദ പോയറ്റ് വാസ് ഇൻ എ വെരി ഹാപ്പി മൂഡ്. തുടക്കത്തിൽ പോയറ്റ് വളരെ ഹാപ്പി ആയിരുന്നു. ഹി വാസ് സിറ്റിംഗ് ഇൻ ദ നേച്ചറിൽ ഇരിക്കുകയായിരുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻഡ്? സഡൻലി ഹി ബിക്കേം സാഡ് വെൻ ഹി വാസ് തിങ്കിങ് അബൌട്ട് അതർ തിങ്സ്. ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് വന്നപ്പോഴേക്കും ഹി വാസ് ഗെറ്റിംഗ് സാഡ്. ആദ്യം ഇയാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താണ് കാരണം? ഹി വാസ് ഹിയറിംഗ് ദ സൗണ്ട്സ് ഓഫ് ബേർഡ്സ്. അവരുടെ എല്ലാം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, കുറേയധികം സൗണ്ട്സ് കേൾക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് വാസ് മേക്കിംഗ് ദി പോയറ്റ് ഹാപ്പി. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് യു ക്യാൻ സേ അപ്പം അദ്ദേഹം വീണ്ടും സാഡായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഇവിടുന്ന് ദ കൺസ്ട്രക്ഷൻസും പൊല്യൂഷൻസും ഒക്കെ നടന്ന് എവറിത്തിങ് വാസ് ഗെറ്റിംഗ് ഷാറ്റേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ ബിൽഡ് ദി അതർ അതർ പാരഗ്രാഫ്. ക്ലിയർ ആയോ? സെക്കൻഡ് പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായോ? യെസ്. അപ്പോൾ ആ പാരഗ്രാഫ് ഓവറായി. ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ്? ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ നമുക്കിനി അടുത്തത് എഴുതാനുള്ളത്? എനി ഐഡിയ? ഒരു പോയം ആവുമ്പം there are lot of poetic devices. ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും ഒരു പോയത്തിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലിട്രേഷൻ ഉണ്ടാവാം. നിങ്ങൾക്ക് എല്ലാം ഒന്നും പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ക്ലാസ് എടുക്കുമ്പം നമ്മൾ പോയറ്റിക് ഡിവൈസസ് ഒക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ. അപ്പം ഫോർ എക്സാമ്പിൾ അലിട്രേഷൻ ആണെന്ന് വെച്ചോ. അതായത് അലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിം സൗണ്ട് റിപ്പീറ്റിംഗ് ഇൻ എ ലൈൻ ഓർ എ സെൻറ്റൻസ്. ഇപ്പോൾ സെയിം സൗണ്ട് ഇപ്പം മാൻ ഇസ് മെച്ചർ എന്ന് പറയുമ്പോൾ രണ്ട് സൗണ്ട് ഇസ് റിപ്പീറ്റിംഗ് ഇൻ ദ സെയിം ലൈൻ. അത് ഐ വാസ് ഗിവിങ് ആൻ എക്സാമ്പിൾ കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, അതിലുള്ളതല്ല. അപ്പോൾ സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് വിൽ ബി കോളിംഗ് ലൈക്ക് അലിട്രേഷൻ അല്ലേ. ദെൻ വാട്ട് എൽസ്? പെർസണിഫിക്കേഷൻ. എന്താ പെർസണിഫിക്കേഷൻ? വി ആർ ഗിവിങ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് ടു ഇൻഹ്യൂമൻ. അതായത് നമുക്ക് മനുഷ്യന് ഉള്ള ക്യാരക്ടേഴ്സ്, അതായത് മനുഷ്യനെ ഇപ്പം എന്താണ് ഒരു ഡെസ്കിനെ വെച്ച് നോക്കി ഒരു ഡെസ്ക് എടുക്കുക എക്സാമ്പിൾ. ഒരു ഡെസ്കിന് എന്താ ചെയ്യാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ശ്വാസം എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് വോണ്ട് ബി ഏബിൾ ടു വാക്ക് ഓർ റൺ. ഇതൊന്നും ഒരു ഡെസ്കിന് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഒരു ട്രീക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം മനുഷ്യന്റെ കുറച്ച് ക്വാളിറ്റീസ് വേറെ ജീവനില്ലാത്ത എന്തിനെങ്കിലും കൊടുത്തിട്ട് പറയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് പെർസണിഫിക്കേഷൻ.
കിട്ടിയോ? അതെന്താണെന്ന് മനസ്സിലായോ? യെസ്. അപ്പോൾ പേഴ്സണിഫിക്കേഷൻസ് ഉണ്ടാവാം, സിമിലീസ് അല്ലെങ്കിൽ മെറ്റഫേഴ്സ് ഉണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ അതുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ദാറ്റ് ഓൾസോ. ലൈൻസ് ഉണ്ടെങ്കിൽ ലൈൻസ് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ഈസി, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. നിങ്ങൾക്ക് ആ ലൈൻസ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ. ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും, ബട്ട് ഒരു 1-2 എണ്ണമൊക്കെ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. യാ, അപ്പം പേപ്പറൊക്കെ വാല്യൂ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കും, ഓ കുട്ടിക്ക് നല്ലോണം അറിയാലോ. യെസ്, അപ്പം ഹീസ് വെരി ബ്രില്യൻറ്റ്, അപ്പം നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് യു വിൽ ബി ഗെറ്റിംഗ് മാർക്സ്. യെസ്, അപ്പം അത് ചെയ്യാം. ദെൻ വാട്ട് എൽസ്? റെഫറൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇഫ് എ ലൈൻ ഇസ് റിപ്പീറ്റിംഗ് ആഫ്റ്റർ എ സർട്ടൻ ഇൻ്റർവെൽ. ഇപ്പോൾ ഒരു പോയത്തിൽ ആദ്യം വന്ന ലൈന് അത് ഒരു 4 ലൈൻ കഴിഞ്ഞിട്ട് വീണ്ടും അതേ സെയിം ലൈൻ വരികയാണ്. അപ്പം അതിനെയാണ് നമ്മൾ റെഫറൻ എന്നും പറയുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഒരു പോയത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ് ഷുഡ് ബി ആഡഡ് ഇൻ ദി അപ്രിസിയേഷൻ പാർട്ട്. അപ്രിസിയേഷൻ നമ്മൾ 2ാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞു, അത് കഴിയാനാവുമ്പോഴേക്കും യു ക്യാൻ ആഡ് ദീസ് തിങ്സ്. പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാ? യെസ്, സിമിലീസ് ഉണ്ടെങ്കിൽ അത്, മെറ്റഫേഴ്സ് അല്ലെങ്കിൽ അലിട്രേഷൻസ് ഉണ്ടെങ്കിൽ അത്, എന്തൊക്കെയാ? പിന്നെ പേഴ്സണിഫിക്കേഷൻ, റെഫറൻസ് ഉണ്ടെങ്കിൽ ഇന്ന ലൈൻസ് ആണ് റെഫറൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. Then you can make a concluding note. അപ്പം ഈ poem entirely speaks about this and this. ഇത് nature and man and റിലേഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ poet has wonderfully presented this poem എന്നൊക്കെ പറഞ്ഞ് you can just conclude that appreciation. Okay, അപ്പം അത് ക്ലിയർ ആയോ? അപ്പം അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഒരു അപ്രീസിയേഷൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ബിഗിൻ വിത്ത് എ ടൈറ്റിൽ, ദെൻ മെൻഷൻ അബൌട്ട് ദി ടൈറ്റിൽ ഓഫ് ദി പോയം, ഓത്തർ ആൻഡ് എ 1-line സെൻറ്റൻസ് അബൌട്ട് ദി തീം. ആ ഒരു തീം നിങ്ങൾക്ക് പറയാം. Then second stanza you can just talk about the linesന്റെ meanings അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് കൊടുക്കാം. Then finally എന്താണ് പോയറ്റിക് ഡിവൈസസ്, അതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകതയുള്ള കാര്യങ്ങൾ. Then finally you can conclude that. അത് കൺക്ലൂഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അപ്പോൾ അപ്രീസിയേഷൻ കഴിഞ്ഞു. നമ്മുടെ ഈ പോയത്തെ പറ്റിയിട്ടുള്ള ഒരു എൻറ്റയർ ഐഡിയ ആ ഒരു അപ്രീസിയേഷനിലൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നൗ ഷാൽ വി മൂവ്? അടുത്തതിലേക്ക് പോയാലോ? യാ, ഓക്കെ, ഫൈൻ. യെസ്, അപ്പം നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രോജക്റ്റ് ടൈഗർ. അപ്പം ഇറ്റ് ഈസ് ഫ്രം ദി നെക്സ്റ്റ് യൂണിറ്റ്. അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ എന്താ? പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ആദ്യമേ മനസ്സിലേക്ക് ഓടി വരിക, യെസ്, ഇറ്റ് ഈസ് സംതിങ് അബൌട്ട് ഒരു ടൈഗർ അല്ലേ? ഇറ്റ് ഈസ് എ എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ മൂവി ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ മെമ്മോയർ. വാട്ട് ഈസ് ദാറ്റ്? ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ മെമ്മോയർ. എന്താണ് ഒരു മെമ്മോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ മെമ്മോയർ. എന്താ ഒരു മെമ്മോയർ? യെസ്, ഓർമ്മ. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഓർമ്മ അല്ലേ? വാട്ട് വി ആർ ഹാവിങ് ഇൻ അവർ മെമ്മറി, നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ. അപ്പം സെയിം സാധനമാണ് മെമ്മോയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മയിൽ നിന്ന്. ആൻഡ് ഹു ഹാസ് റിട്ടൺ ദിസ്? ആരാ എഴുതിയിട്ടുള്ളത്? ഇറ്റ് ഈസ് ബൈ സത്യജിത് റേ. കേട്ടിട്ടുണ്ടോ സത്യജിത് റേനെ പറ്റി? യെസ്, ഹീ ഈസ് എ വെരി ഫേമസ് ഫിലിം മേക്കർ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കുറിപ്പാണ് പ്രോജക്റ്റ് ടൈഗർ. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറിയുടെയും ഒരു കുട്ടി സമ്മറി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. തുടക്കത്തിൽ സത്യജിത് റേ ഇസ് ഗിവിങ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി. ഹോളിവുഡിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സത്യജിത് റേ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. എങ്ങനെയാണ് ഹോളിവുഡിൽ എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സ്റ്റാർസ് ഉണ്ടാവും അല്ലേ? ഏതൊരു ഫിലിം ഫീൽഡ് എടുത്താലും നല്ല ഗ്രേറ്റ് സ്റ്റാർസ് ഉണ്ടാവും അല്ലേ? ഇപ്പം നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ അതുപോലെ ഹോളിവുഡിലും വെരി ഗ്രേറ്റ് സ്റ്റാർസ് അല്ലെങ്കിൽ ഭയങ്കര ബിഗ് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. അപ്പം അവരെ വെച്ച് നോക്കുമ്പം അവിടെയുള്ള ആനിമൽ ആക്ടേഴ്സ് ഉണ്ടല്ലോ, ആനിമൽസ് മെയിനായിട്ട് പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കും ദേ ആർ ഗിവൺ ഈക്വൽ സ്റ്റാറ്റസ്. വലിയ സ്റ്റാർസ്, ഹ്യൂമൻസ്, മനുഷ്യരെന്നോ അല്ലെങ്കിൽ ആനിമൽസ് എന്നോ ഒരു ഡിഫറൻസ് ഹോളിവുഡിലൊന്നും ഈ പറഞ്ഞ രീതിക്ക് ഉണ്ടായിരുന്നില്ല. 2 കൂട്ടരെയും ഒരുപോലെയായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിട്ടാണ് സത്യജിത് റേ സ്റ്റാർട്ട്സ് ദിസ് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു മെമ്മോയർ പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, ദെൻ ഹീ സ്ലോലി ട്രിപ്സ്, ഓരോരോ സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഓരോരോ ഇൻസിഡൻറ്റ്സ്. അദ്ദേഹം ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരിക്കൽ പോയപ്പോൾ എന്താണ്, ഒരു ഡോഗിനെ വെച്ചിട്ടുള്ള ഒരു ഫിലിമായിരുന്നു അവിടെ എടുത്തുകൊണ്ടിരുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? ആ ഡോഗിന് പോലും, ഒരു ഡോഗാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആളായിട്ട്, ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഡോഗിന് പോലും ഹി വാസ് ഗെറ്റിംഗ് എ ഡ്യൂപ്പ്.
ആ ഡോഗിന് പോലെ ഒരു ഡ്യൂപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ വലിയ വലിയ സ്റ്റാർസ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ദേ ആർ ഗിവൺ ഡ്യൂപ്സ് അല്ലേ, അല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സംഭവങ്ങളൊക്കെ സെറ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഡ്യൂപ്സ് വിൽ ബി സ്റ്റാൻഡിങ് ദർ. അപ്പം അവിടെയൊക്കെ നോക്കുമ്പോൾ എന്താണ്, ഈ ആനിമൽസിന് പോലും ദേ ആർ ഗിവൺ ഡ്യൂപ്സ്. അപ്പം ദേ ആർ ഗിവൺ ഈക്വൽ സ്റ്റാറ്റസ് ആസ് വെൽ ടു ദി ഹ്യൂമൻസ്. മനുഷ്യന്മാരെ പോലെ തന്നെ ഈക്വൽ സ്റ്റാറ്റസ് ആണ് ഇവർക്കും കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ 2-3 ഇൻസിഡൻസ് പറയുന്നുണ്ട്. പിന്നെ ഹീ ഈസ് കമ്മിങ്, കുറച്ചുകൂടെ വേറെ ഒരുപാട് ഇൻസിഡൻസ് പറയുന്നുണ്ട് കേട്ടോ. ഒരിക്കൽ ഒരു സിനിമയ്ക്ക് ബേർഡ്സിനെ, അതായത് ബേർഡ്സ് എന്ന് പറയുന്ന ഒരു ഫിലിം, ആ ഫിലിമിൻ്റെ പേരാണ് ബേർഡ്സ്. ആ ബേർഡ്സ് എന്ന് പറയുന്ന ഫിലിംസിൽ ഒരുപാട് ബേർഡ്സ് ആണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ട്രെയിൻഡ് റാവൻസിനെ കൊണ്ടുവന്നു. റാവൻസ് എന്ന് പറഞ്ഞാൽ ക്രൗസ്, കാക്കകളെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച കഥകളും ഒക്കെ അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ കമ്മിങ് ടു ആർ പോർഷൻ, നമ്മുടെ ടൈറ്റിൽ അന്വർത്ഥമാകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നത് വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞ ഒരു മിഡിൽ പോർഷനിലേക്ക് എത്തുമ്പോഴാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, എന്താ അവിടെ സംഭവിക്കുന്നത്? യെസ്, നമ്മുടെ സത്യജിത്ത് ഇസ് ഗോയിങ് ടു മേക്ക് എ ഫിലിം ആൻഡ് ദ ഫിലിംസ് നെയിം ഇസ് ഗൂപ്പി ഗൈൻ ബാഗ ഗൈൻ. ഗൂപ്പി ഗൈൻ ബാഗ ഗൈൻ. അതിൽ ഗൂപ്പി ആൻഡ് ബാഗ ഇവർ രണ്ടുപേരും 2 ഇൻഡിവിജ്വൽസ് ആണ്. ദേ ആർ ബാനിഷ്ഡ് ഫ്രം ദെയർ കൺട്രി ബൈ ദർ കിങ്. അവരുടെ രാജാവ് അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കി. ആൻഡ് ദേ ആർ മീറ്റിംഗ് ഇൻ എ ഫോറസ്റ്റ്. ഒരു ഫോറസ്റ്റിൽ വെച്ച് ഇവർ കണ്ടുമുട്ടുകയാണ്. ആൻഡ് ദെയർ വാസ് എ ടൈഗർ. അവിടെ ഒരു ടൈഗർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആ ടൈഗർ ചെയ്തത്? യൂഷ്വലി ഒരു ടൈഗർ മനുഷ്യന്മാരെ കണ്ട ആദ്യം എന്തായിരിക്കും ചെയ്യുക? വെറുതെ ഓ മൈ ഗോഡ് നല്ല മനുഷ്യരാണല്ലോ എന്നൊക്കെ പറഞ്ഞായിരിക്കും അതിങ്ങനെ പയ്യെ നടന്നായിരിക്കും വരിക. നോ, നെവർ അല്ലേ. ടൈഗർ വിൽ ബി അറ്റാക്കിങ് അസ്, അല്ലെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി വിൽ ബി ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് എത്തിപ്പോവും. പക്ഷേ നമ്മുടെ ഡയറക്ടർ, നമ്മുടെ സത്യജിത്രയ്ക്ക് വേണ്ടിയിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാണ്ടഡ് ദ ടൈഗർ ടു ബി കാം. എന്നിട്ട് എന്താ, നമ്മുടെ ഗൂപ്പി ആൻഡ് ബാഗ വിൽ ബി സ്റ്റാൻഡിങ് ഹിയർ. എവിടെയാണ് ഗൂപ്പി ആൻഡ് ബാഗ? അവർ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുകയാണ്. ആൻഡ് യെസ്, ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ്, ഗൂപ്പി ആൻഡ് ബാഗ. ആൻഡ് ഹിയർ ഇസ് എ ലോട്ട് ഓഫ് ബാംബു ട്രീസ്. ഇവിടെ കുറച്ച് ബാംബു ട്രീസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ നിന്ന് ദ ടൈഗർ ഹാസ് ടു കം ഫ്രം. എന്താ, ഇവിടെ നിന്ന് ടൈഗർ വന്നിട്ട് ഹീ ഷുഡ് ഹാവ് ടു വാക്ക് ഫ്രം ദർ. ഇവരുടെ അടുത്ത് കൂടെ ഇവരെ ഒന്നും ചെയ്യാണ്ട് സൈലന്റ് ആയിട്ട് ദ ടൈഗർ ഷുഡ് ഹാവ് ടു ഗോ. ഇതാണ് ദ സീൻ ദാറ്റ് ദേ വാണ്ടഡ് ടു ഷൂട്ട്. അവർക്ക് ഷൂട്ട് ചെയ്യേണ്ട ഒരു സീൻ ഇതാണ്. ഗൂപ്പി ആൻഡ് ബാഗ ആൻഡ് ഹിയർ. അപ്പോൾ ടൈഗർ ഇതിലൂടെ വന്ന് വളരെ സൈലന്റ് ആയിട്ട് ഇവരെ ഒന്നും ചെയ്യാണ്ട് പോകണം. ദാറ്റ് ഈസ് ദ സീൻ ദാറ്റ് ദേ വാണ്ടഡ് ടു ഷൂട്ട്. അപ്പോൾ അതാണ് നമ്മുടെ കഥയുടെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാധനം. അപ്പം എന്ത് വേണം? ദേ വാണ്ടഡ് എ ടൈഗർ ടു ഷൂട്ട് ദിസ്. ഇത് ഷൂട്ട് ചെയ്യാൻ ഒരു ടൈഗറിനെ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? യെസ്, എന്താ സംഭവിച്ചേ? അപ്പം ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ടൈഗറെ അവർ ഒരു സർക്കസിൽ നിന്ന്, ഭാരത് സർക്കസിൽ നിന്ന് കൊണ്ടുവരുന്നു. അവിടുത്തെ റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തൊറത്താണ് ടൈഗേഴ്സിനെ കൊണ്ടുവരാൻ അലൗ ചെയ്യുന്നത്. ഒരു ടൈഗറിന് വരെ 2 ടൈഗറിനെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൽ കൊണ്ടുവരുന്നു. നോട്ടൻഗ്രാം എന്ന് പറയുന്ന വില്ലേജിലാണ് ദ ഷൂട്ടിംഗ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ എന്ത് ചെയ്തു? ഷൂട്ടിംഗ് ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈഗറിനെ കേജിന് പുറത്തേക്ക് ഇറക്കി. ആൻഡ് സഡൻലി ദ ടൈഗർ ഗോട്ട് വയലന്റ്. പെട്ടെന്ന് ആദ്യമായിട്ട് കൂടിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ടൈഗർ ഹി വാസ് വെരി ഹാപ്പി. അപ്പോൾ ആ ഒരു ഇന്തൂസിയാസം കാണിക്കാൻ ടൈഗർ അവലുള്ളിലൊക്കെ ഓടിച്ചാടി നടന്നു. ബട്ട് ഫൈനലി ഗ്രാജുവലി അത് കാമായി ഇവരവർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു. ദെൻ ഇനി എന്ത് സംഭവിച്ചു? എല്ലാം ഓക്കെ ആയി. ദെൻ ഇവർ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, സത്യരേഖയൊക്കെ മനസ്സിലാവുന്നത്, ദ വിഷ്വൽസ് വെർ നോട്ട് ക്ലിയർ. ഭയങ്കര ഡാർക്കായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഇവർക്ക് ഈ സെയിം സീൻ റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പം എന്ത് ചെയ്തു? വീണ്ടും ദേ ബ്രോട്ട് ദാറ്റ് ടൈഗർ ബാക്ക്. ആ ഒരു ടൈഗറിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിച്ചു. ഇവർ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോറാത്ത് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് നെക്സ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വില്ലേജസ് എല്ലാവരും ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് സംഭവിച്ചു? ഈ വില്ലേജേഴ്സിനെ കണ്ടിട്ട് ദ ടൈഗർ വാസ് ഫ്രൈറ്റൻഡ്. അപ്പോൾ ഒരുപാട് ആളെ കണ്ടിട്ട് ഈ ടൈഗർ എന്ത് ചെയ്തു? ഈ വില്ലേജസിൻ്റെ നേരെയാണ് ഓടിച്ചെന്നെടുത്തത്. അപ്പോൾ അത് കണ്ട് വില്ലേജസ്, നാട്ടുകാരെല്ലാം പേടിച്ചോടി. ആൻഡ് ഫൈനലി നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ ടൈഗർ കാമായി തിരിച്ച് ഇവർ ഷൂട്ട് ചെയ്യേണ്ടതൊക്കെ ഷൂട്ട് ചെയ്ത്. ആൻഡ് ദേ സെഡ് പാക്കപ്പ്. ദ ഫിലിം വാസ് വെരി ഗുഡ്. എല്ലാം ബെറ്റർ ആയിട്ട് നമ്മുടെ ഫിലിമൊക്കെ പുറത്തു വന്നു. ഓക്കെ, സോ ദാറ്റ് വാസ് ദി സ്റ്റോറി. ആ ഒരു മെമ്മോറിയൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ എന്നാലും ഒന്നും കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് ആ സ്റ്റോറി ഒന്ന് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം പ്രോജക്ട് ടൈഗർ ബൈ സത്യജിത് റേ. ഓക്കെ, അപ്പം നമുക്ക് ഷാൽ വി ഗോ ഫോർ ദി ഡിസ്കഷൻ അബൌട്ട് ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് വിൽ ബി പോസിബിൾ ടു കം ഫ്രം ദിസ് ചാപ്റ്റർ. ഒന്ന് നോക്കിയാൽ ഇതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, സോറി, അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന്
വരാൻ ചാൻസ് ഉള്ളതെന്ന്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻ ബി എ ലൈക്ലി കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ ഇസ് ദി ഫസ്റ്റ് തിങ്. യെസ്, ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. യാ, ഹിയർ ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ റേ ആൻഡ് മാനേജർ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് എ conversation. Okay, അപ്പോൾ first one is a conversation. അപ്പോൾ ഒന്നാമതിനകത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇസ് എ കോൺവെർസേഷൻ. എന്താ ഒരു കോൺവെർസേഷൻ? ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സത്യജിത് റേ ആൻഡ് ദ മാനേജർ. ദാറ്റ് ക്യാൻ ബി എ ലൈക്ലി ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈഗറിന് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ടൈഗറിനെ ഷൂട്ടിങ്ങിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സത്യജിത് റേ, നമ്മുടെ ഫിൽം മേക്കർ, എവിടെ ചെല്ലുന്നു? ഭാരത് സർക്കസിൽ ചെല്ലുകയാണ്. അവിടെ മാനേജറുമായിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു കോൺവെർസേഷൻ. യു ആർ ലൈക്ലി ടു റൈറ്റ് ദാറ്റ് കോൺവെർസേഷൻ. എങ്ങനെയായിരിക്കും കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക? യെസ്, ആദ്യമായിട്ട് ഒരാളെ ഫോർമലായിട്ട് കാണുമ്പോൾ വിൽ ബി സെയിങ് ഹായ് അല്ലെങ്കിൽ ഹലോ അല്ലേ. ദെൻ വിൽ ബി കമ്മിങ് ടു ദി പോയിന്റ്. നമ്മൾ അത് കഴിഞ്ഞ് കൂടുതൽ വേറെ വിശേഷങ്ങളൊന്നും പറയാൻ നിൽക്കില്ല, കാരണം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളൊന്നുമല്ല. അപ്പോൾ യു ക്യാൻ കം ഡയറക്ട്ലി ഇൻ ടു അവർ പോയിന്റ്. അപ്പം വി ആർ ഷൂട്ടിംഗ് എ ഫിലിം നെയിംഡ് ഗോപി ഗായൻ ആൻഡ് ബാഗ ഗായൻ. വി വാണ്ടഡ് എ ട്രെയിൻഡ് ടൈഗർ ഫോർ ദ ഷൂട്ടിംഗ്. അപ്പം റേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ദെൻ തൊറാത്ത് റിംഗ് മാസ്റ്റർ അല്ലെങ്കിൽ മാനേജർ, അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ദേ വിൽ ബി എക്സ്ചേഞ്ചിങ് ദെയർ ഐഡിയാസ്. അങ്ങനെ ഇവർ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന ആ ഒരു സീൻ ക്യാൻ ബി എ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ക്ലിയർ ആയി. ഒരു കോൺവെർസേഷൻ ഈ പറഞ്ഞ മാതിരി വലിയ സ്ട്രക്ചറിൽ തുടക്കം എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഹായ് ഹലോ ഒരു ഫോർമൽ രീതിയിലായിരിക്കും ദ കോൺവെർസേഷൻ വിൽ ബി. അല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്ന പോലെ വിൽ നോട്ട് ബി ടോക്കിംഗ് ടു എ സ്ട്രേഞ്ചർ അല്ലേ. ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാണുന്ന പോലെ വിൽ നോട്ട് ബി ടോക്കിംഗ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കോൺവെർസേഷൻ ഇസ് ഓവർ. ദെൻ ദ സെക്കൻഡ് വൺ ഇസ്, എന്തായിരിക്കും നെക്സ്റ്റ് വൺ? ഇവിടെ നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് എ ലെറ്റർ. ഒരു ലെറ്റർ ഇസ് ഹിയർ. അപ്പം വാട്ട് ക്യാൻ ബി ദി ലെറ്റർ? അപ്പം ലെറ്റർ ആണ് അടുത്തത്. എങ്ങനെയായിരിക്കും ആ ലെറ്റർ എന്ന് ഞാനൊന്നത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി ലെറ്റർ ഉണ്ട് ഒരു ഫോമാറ്റ്. അപ്പോൾ എങ്ങനത്തെ ഒരു ലെറ്റർ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയാം. അപ്പം നമ്മുടെ സത്യജിത് റേയുടെ ഗോപി ഗൈൻ ബാഗ ഗൈൻ എന്ന് പറയുന്ന ഫിലിമിൽ ദേ ആർ യൂസിങ് എ ടൈഗർ അല്ലേ. അപ്പം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പ്രകാരം ആനിമൽസിനെതിരെയുള്ള വയലേഷൻ ഓഫ് റൈറ്റ്സ് അവർക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ നൽകിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യാൻ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെരി സിവിയർ കേസ്, ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്, കേസൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സത്യജിത് റേ എങ്ങോട്ട്? അനിമൽ ബോർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ വലിയൊരു ബോർഡിലേക്ക്, അനിമൽസിൻ്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ബോർഡിലേക്ക് ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഒരു ലെറ്റർ എഴുതാണ്. അപ്പോൾ ആ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ടൈഗറിനെ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് വിൽ ബി ഡൂയിങ് ഓൾ ദി ഫോർമാലിറ്റീസ്. നമ്മളെല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിക്ക് തന്നെയായിരിക്കും ടൈഗറിനെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ യൂണിറ്റിൽ വി സ്റ്റഡിഡ് അബൌട്ട് എ ലെറ്റർ, ബട്ട് ദാറ്റ് വാസ് എൻ ഇൻഫോർമൽ ലെറ്റർ അല്ലേ. അപ്പോൾ ഞാൻ അന്നേരം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഐ വിൽ ബി ഗിവിങ് ദി അതർ ലെറ്റർ ഫോമാറ്റ്, ഇൻഫോർമൽ അല്ലാത്ത ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റും തരുമെന്ന് പറഞ്ഞത്. സോ നൗ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദാറ്റ് ഫോർമൽ ലെറ്റേഴ്സ് ഫോമാറ്റ്. അതൊന്ന് നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും തമ്മിൽ എവിടെയാണ് വ്യത്യാസം വരുന്നതെന്ന് ജസ്റ്റ് സി. ഓക്കെ, അപ്പം ഐ വിൽ ബി ഷെയറിങ് അല്ലെങ്കിൽ ഐ വിൽ ബി ജസ്റ്റ് റൈറ്റിംഗ് ദി ഫോമാറ്റ് ഓഫ് എ ഫോർമൽ ലെറ്റർ. ഓക്കെ, അപ്പം ഐ എം ജസ്റ്റ് മേക്കിംഗ് ദാറ്റ്. നമ്മൾ ക്ലാസ്സിലൊക്കെ എഴുതുന്ന മാതിരി അല്ലെങ്കിൽ എക്സാമിന് എഴുതുന്ന മാതിരി ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് വി ഹാവ് ടു റൈറ്റ് വാട്ട്? യെസ്, അപ്പം വി ഹാവ് ടു റൈറ്റ് ഫ്രം. യു ഹാവ് ടു ഗിവ് യുവർ ഫ്രം അഡ്രസ്. ആരാണോ അയക്കുന്നത് അപ്പോൾ ഫ്രം അഡ്രസ്സ്. ഇപ്പോൾ സത്യജിത് റേ ആണ്, അപ്പോൾ ഇവിടെ സത്യജിത് റേയുടെ അഡ്രസ്സൊക്കെ നമുക്ക് കൊടുക്കാം. ദെൻ യു ഹാവ് ടു മെൻഷൻ ടു. ആർക്കാണിത് അയക്കുന്നത്? അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ടു ദി ആനിമൽ ബോർഡ് അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ടർ എന്നുള്ളൊരിതായിരിക്കും. പിന്നെ സ്ഥലമൊക്കെ നിങ്ങൾക്ക് വെക്കാം. അഡ്രസ്സ് എഴുതുന്ന അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ തോന്നുന്ന രീതിക്ക് ജസ്റ്റ് യു ക്യാൻ മേക്ക്. അവിടെ ഏതാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ബോർഡിലേക്ക് എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് മെൻഷൻ എ പ്ലേസ് ഓൾസോ. ആ ഒരു പ്ലേസിൻ്റെ പേരൂടെ വെച്ചിട്ട് ദെൻ ഫ്രം ആൻഡ് ടു. ദെൻ യു ക്യാൻ റൈറ്റ് ദി ഡേറ്റ്. ഇവിടെ അടുത്തത് ഡേറ്റ് എഴുതാം. ഓക്കെ, അപ്പം ഡേറ്റ് ഫ്രം ടു ആൻഡ് ഡേറ്റ്. ആൻഡ് വൺ മോർ തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. യു ഹാവ് ടു മെൻഷൻ യെസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടെ എഴുതുക. എന്താണ് സബ്ജക്റ്റ്?
ഇവിടെ സബ്ജക്റ്റും കൂടെ എഴുതാം. എന്തിനാണ് ഈ സബ്ജക്റ്റ് എഴുതുന്നതെന്ന് വെച്ചാൽ വെൻ വി ആർ റൈറ്റിംഗ് എ ഫോമൽ ലെറ്റർ, നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളായിരിക്കും, ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹെഡൊക്കെ ആയിട്ടിരിക്കുന്ന പറയുമ്പോൾ ഹി ജസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദി കണ്ടന്റ്, ഈ ലെറ്ററിൽ എന്താണ്, ഇത് മുഴുവൻ വായിച്ചു നോക്കാണ്ട് ഈ കിട്ടുന്ന ആൾക്ക് ഹി വിൽ ബി ഏബിൾ ടു റീഡ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദിസ് ഹോൾ ലെറ്റർ അബൌട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വി ആർ മെൻഷനിങ് ദിസ് സബ്ജക്റ്റ്. ഇപ്പം ഇവിടെ എന്താണ് സബ്ജക്റ്റ്, അപ്പോൾ എന്താ വിളിക്കും ഇവിടെ സബ്ജക്റ്റ് കൊടുക്കുക, യാ അബൌട്ട് യൂസിങ് എ ട്രെയിൻഡ് ടൈഗർ ഫോർ എ ഷൂട്ടിംഗ് പേർപ്പസ്, അതായിരിക്കും അവിടെ സബ്ജക്റ്റ് വരാം. ദെൻ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് എ സല്യൂട്ടേഷൻ റെസ്പെക്റ്റഡ് സർ, അല്ലെങ്കിൽ സർ എന്ന് കൊടുന്ന് തുടങ്ങാം, കോമിട്ട് ദെൻ യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ഫ്രം ഹിയർ. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ഓക്കെ? ഇതാണ് ഒരു ഫോമൽ ലെറ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് യു ഹാവ് ടു മെൻഷൻ ദി ഫ്രം അഡ്രസ്, ആരാണോ അയക്കുന്നത് ഫ്രം അഡ്രസ് ഷുഡ് ബി ദർ. ദെൻ ടു whom you are sending the letter, ആർക്കാണോ ലെറ്റർ സെൻഡ് ചെയ്യുന്നത് അവരുടെ അഡ്രസ്സ്. ദെൻ ഡേറ്റ് ഷുഡ് ബി മെൻഷൻഡ്. ദെൻ സബ്ജക്ട് അബൌട്ട് വാട്ട് തിങ് യു ആർ ഡൂയിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് ദിസ് ലെറ്റർ, ആ ഒരു കാര്യം പറയാം. ദെൻ സർ സല്യൂട്ടേഷൻ കൊടുത്ത് യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ദി തിങ്. അപ്പം ഇതാണ് ദി ഫോമാറ്റ് ഓഫ് എ ഫോമൽ ലെറ്റർ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം നിങ്ങൾക്ക് ഇതും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു രീതിക്ക് ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സ്കോർ മാക്സിമം മാർക്സ്. നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഫോമാറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ വിൽ ബി മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് തിങ്. ഇനി അടുത്തത് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള another question is also there. What is that question? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യെസ്, യെസ്, ഇറ്റ് ഈസ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഹൗ ക്യാൻ ബി എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് ഐ വിൽ ജസ്റ്റ് ഷോ യു. അപ്പം എങ്ങനെയാണ് ഇപ്പം കണ്ടന്റ് എന്താണ്, ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ എ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട് ദാറ്റ് കംസ് ഇൻ എ ഡെയിലി ആയിട്ടുള്ള വരുന്ന ഡെയിലി ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു റിപ്പോർട്ട് അബൌട്ട് ദി ടൈഗേഴ്സ് അറ്റാക്ക് ഓൺ ദി വില്ലേജേഴ്സ്. അപ്പം നമ്മൾ ടൈഗർ വില്ലേജസിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞൊരു സീൻ കണ്ടു അല്ലേ നമ്മുടെ ഈ ഒരു മെമ്മോയറിൽ. അപ്പം ആ സീൻ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് വരികയാണ്. അപ്പം ഹൗ ക്യാൻ ബി ദാറ്റ്? അപ്പം അതാണ് നൗ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു. ഓക്കെ, അപ്പം ഐ എം ഡ്രോയിങ് ഇറ്റ് വൺസ് അഗെയിൻ. ഒന്നും കൂടെ ഞാൻ ദ പേജസ് ഹിയർ. അപ്പോൾ നമുക്ക് എഴുതേണ്ട പേജ് ഇവിടെ ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഈസ് ദി ടൈറ്റിൽ. It is a very important thing when you are writing a newspaper report. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ടൈറ്റിൽ ഇല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എസ്പെഷ്യലി വെൻ ഇങ്ങനത്തെ ന്യൂസസ് ഒക്കെ ആകുമ്പോൾ ദ ടൈറ്റിൽ ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്യാച്ചി. പെട്ടെന്ന് ആൾക്കാരുടെ മൈൻഡ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ടൈറ്റിൽസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈറ്റിൽ എഴുതുക. ഇനി എന്താ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ബാക്കി വാട്ട് ഇസ് ദി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്? യെസ്, യു ഹാവ് ടു മെൻഷൻ ദി പ്ലേസ്. ഇവിടെ പ്ലേസ് വേണം, ഈ അണ്ടർലൈൻ ഇവിടെ വേണ്ട കേട്ടോ. അപ്പം യു ഹാവ് ടു മെൻഷൻ ദ പ്ലേസ്. അപ്പം രണ്ടാമത് ഷൂട്ടിംഗ് നടന്നത് ഇറ്റ് വാസ് ഇൻ ബോറത്ത്. അപ്പം ഇവിടെ ഈ പ്ലേസിന്റെ സ്ഥാനത്ത് യു ക്യാൻ മെൻഷൻ ബോറത്ത്. ഈ പ്ലേസിന്റെ സ്ഥാനത്ത് ബോറത്ത് എന്ന് കൊടുക്കുക. ദെൻ യു ക്യാൻ സ്റ്റാർട്ട് ദി ന്യൂസ്. അപ്പോൾ എങ്ങനെയായിരിക്കും പൊതുവേ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യുക? ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിലുമായിട്ട് ബന്ധപ്പെടുത്തി വേണം യു ഹാവ് ടു മേക്ക് ദി ഫസ്റ്റ് സെൻറ്റൻസ്. ആദ്യത്തെ സെൻറ്റൻസ് അതുമായിട്ട് ബന്ധപ്പെടുത്തി യു ക്യാൻ മേക്ക്. അതായത് ഇപ്പം ടൈഗർ അറ്റാക്ക് ടു വില്ലേജേഴ്സ് അതാണ് നിങ്ങളുടെ ഹെഡിങ് എങ്കിൽ ജസ്റ്റ് വാട്ട് ക്യാൻ ബി യുവർ എന്തായിരിക്കും ഫസ്റ്റ് ലൈന്? In a shooting set of Bagagain, in Satyajit Ray's shooting set of Gopigain Bagagain, the tiger started to attack the villagers. അങ്ങനെ പറഞ്ഞിട്ട് വേണം യു ഹാവ് ടു സ്റ്റാർട്ട് ദി സെൻറ്റൻസ്. അല്ലാണ്ട് ഈ ടൈറ്റിലായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഫസ്റ്റ് ലൈൻ വെച്ചിട്ട് യു കാൺ സ്റ്റാർട്ട് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ ഓരോ ന്യൂസുകളൊക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് വേണം യു ഹാവ് ടു മേക്ക് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഓക്കെ, പിന്നെ ഓരോ ജസ്റ്റായിട്ട് എപ്പോൾ നടക്കും, വെൻ അല്ലെങ്കിൽ വേർ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു റിപ്പോർട്ടിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു പാരഗ്രാഫ്സ്. ഇങ്ങനെ പാരഗ്രാഫ്സ് ആക്കിയിട്ട് തിരിക്കാം. ഇപ്പം ഇവിടെ വെച്ചൊരു പാരഗ്രാഫ് തീർന്നു. ഇഫ് യു ആർ ഹാവ് എനിത്തിങ് എൽസ് ടു സേ, നിങ്ങൾക്ക് വേറൊരു പുതിയ പാരഗ്രാഫ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോ ഇഷ്യൂസ് ഇൻ ദാറ്റ്. അപ്പോൾ അത് ഓക്കെയാണ്. ഈ ഒരു ഫോമാറ്റ് ഓർത്തുന്നത് ടൈറ്റിൽ ആൻഡ് ദ പ്ലേസ് നെയിം ഷുഡ് ബി ദർ. ദെൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ഏതാണ് പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും ഇസ് ഓൾമോസ്റ്റ് ഓവർ.
അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഐ വാസ് ഗിവിങ് യു ദ ഫോർമാറ്റ്സ് കേട്ടോ. ഇപ്പം ചിലപ്പം ഈ മാനേജർ, നമ്മൾ ആദ്യം ഒരു കോൺവെർസേഷൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ മാനേജറും സത്യജിത്രയും തന്നെ ആയിക്കോട്ട് വേണമെന്നോണമെന്നില്ല. ഇഫ് ഇറ്റ് ഈസ് വിത്ത് ദ റിംഗ് മാസ്റ്റർ ആൻഡ് സത്യജിത്രേ, റിംഗ് മാസ്റ്റർ ആയിട്ടും ചിലപ്പം കോൺവെർസേഷൻ വരാം. അങ്ങനെ ആര് വേണമെങ്കിലും കോൺവെർസേഷൻ ഐ എം ജസ്റ്റ് ഗിവിങ് യു ദി പാറ്റേൺ, എങ്ങനെ അത് എഴുതണം ബാക്കി നിങ്ങൾക്കറിയാം. കാരണം യു നോ ദ സ്റ്റോറി, യു നോ ദ സമ്മറി ഓഫ് ദ സ്റ്റോറി, അത് വെച്ചിട്ട് യു ക്യാൻ മേക്ക്. ഓക്കെ ഫൈൻ. അപ്പോൾ നൗ വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് തിങ്. അടുത്തതിലേക്കാണ് നമ്മൾ പോകുന്നത്. യെസ്, സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് മൈ സിസ്റ്റേഴ്സ് ഷൂ. അപ്പം ഇതെന്താ, നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കാര്യങ്ങളാണ് അല്ലേ, സംതിങ് റിലേറ്റഡ് ടു ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ദിസ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ഫിലിം. ഇറ്റ് ഇസ് എ സ്ക്രീൻ പ്ലേ. അപ്പം എന്താണ് മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ സ്ക്രീൻ പ്ലേ. ഇറ്റ് ഇസ് എ സ്ക്രീൻ പ്ലേ. സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, തിരക്കഥ അല്ലെങ്കിൽ ഒരു ഫിലിമിന് നമ്മൾ ഡയലോഗ്സ് ഒക്കെ ആദ്യമേ എഴുതി കൊടുക്കുന്നുണ്ടാവില്ല, അപ്പം അതിനെയാണ് വിൽ ബി സേയിങ് ലൈക്ക് എ സ്ക്രീൻ പ്ലേ. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് ഒരു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സിസ്റ്റർ ആൻഡ് എ ബ്രദർ. അതാണ് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സ്റ്റോറിയിൽ, ഈ ഒരു സ്ക്രീൻ പ്ലേയിൽ മുഴുവനായിട്ട് പറയുന്നത്. ആൻഡ് ദിസ് സ്ക്രീൻ പ്ലേ ഇസ് ഫോർ ദ മൂവി. ആ മൂവിയുടെ പേര് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഫ്രം ചിൽഡ്രൻ ഓഫ് ഹെവൻ. ഫ്രം ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നാണ് ഈ മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ. ഫിലിമിൻ്റെ പേര് ഫ്രം ചിൽഡ്രൻ ഓഫ് ഹെവൻ ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ മജീദ് മജീദി. ഓക്കെ, മജീദ് മജീദിയുടെ ഡയറക്ഷനിൽ വന്നിട്ടുള്ള ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ ആണ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് ഐ വിൽ ബി ഗിവിംഗ് യു എ വെരി സ്മോൾ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി സ്റ്റോറി. ഇതിലൊന്നുമില്ല, ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രക്ചർ ഓഫ് എ സ്ക്രീൻ പ്ലേ. ഒരു സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇപ്പം നിങ്ങൾ ഡ്രാമാസ് ഒക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും അല്ലേ, ഡ്രാമാസ് അല്ലെങ്കിൽ പ്ലേസ്, നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏതാണ്ട് അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഇതിലും വരുന്നുണ്ട്. എങ്ങനെയാ? ഇറ്റ് ഈസ് ഓൾസോ ഡിവൈഡഡ് ഇൻടു സീൻസ് ഉണ്ട്. ഓരോ സീൻസ് ഉണ്ട്, ആക്ടർ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ടായിരിക്കും കാണിക്കുക ഓരോ സീൻസും. അപ്പം അതുപോലെ തന്നെയാണല്ലേ ഒരു ഡ്രാമയിലും ഇറ്റ് വിൽ ബി ഹാവിങ് ലോഡ് ഓഫ് ആക്ട്സ് ആൻഡ് സീൻസ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്ക്രീൻ പ്ലേയും വരുന്നത്. സോ യു ജസ്റ്റ് ഹാവ് ടു ഡു ദിസ് തിങ്. ഒന്നും മനസ്സിൽ വെക്കുക, വാട്ട് ഈസ് ദി സ്ട്രക്ചർ ഓഫ് എ സ്ക്രീൻ പ്ലേ. അതാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇസ് ഹാപ്പനിങ് ഇൻ എ കോബ്ലേഴ്സ് ഷോപ്പ്. കോബ്ലർ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് തുന്നുന്നയാൾ. ആൻഡ് ഹീ ഈസ് സ്റ്റിച്ചിങ് എ ഷൂസ് തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് എ ലിറ്റിൽ ബോയ് ആൻഡ് ഹിസ് നെയിം ഇസ് അലി. ഇതിലെ മെയിൻ ക്യാരക്ടർ ഇസ് അലി ആൻഡ് സഹറ. ഓക്കെ, അലി ആൻഡ് സഹറ. അപ്പം അലി ആൻഡ് സഹറയാണ് ഇവിടുത്തെ മെയിൻ. സിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സഹറയാണ്. അതുപോലെ തന്നെ ബ്രദർ ഇസ് അലി. അപ്പം അലി നമ്മുടെ സഹറയുടെ ഷൂസ് തുന്നാൻ കൊണ്ട് കൊടുത്തേക്കുമായിരുന്നു. എവിടെ? യെസ്, ഇൻ എ കോബ്ലർ ഷോപ്പ്. അപ്പം അയാൾ തുന്നി കഴിഞ്ഞ് ഇവന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് ഹാൻഡ് ഓവറിങ് ദ മണി. പൈസയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഹീ ജസ്റ്റ് സ്റ്റെപ്സ് ഇൻ ടു എ വെജിറ്റബിൾ ഷോപ്പ്. അപ്പോൾ തിരിച്ചു ചെല്ലുമ്പോഴേക്കും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഷോപ്പിലൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ. ഹീ ഈസ് വർക്കിംഗ്. അവിടെ നിന്ന് കിട്ടിയ ഒരു പാർസലൊക്കെ ആയിട്ട് അരി പോവുകയാണ്. പോകുന്ന വഴിക്ക് ഹീ ഈസ് എൻറ്ററിങ് ഇൻ ടു എ വെജിറ്റബിൾ ഷോപ്പ്. വെജിറ്റബിൾ ഷോപ്പിൽ ചെന്നിട്ട് അവൻ്റെ 2 പാർസൽസും, ഒന്ന് സിസ്റ്ററിൻ്റെ സാറയുടെ ഷൂസൊക്കെ ഉള്ള ഒരു ബാഗും അതുപോലെ തന്നെ ഈ പാർസലുള്ള ഷൂവും ബാഗും അവന് ഒരു സൈഡിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. ബട്ട് എന്താണ്, ഇവനിത് പൊട്ടേറ്റോസ് ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതോടെ വെച്ച് ബട്ട് ഇൻ ബിറ്റ്വീൻ എന്ത് സംഭവിച്ചു? ഒരു ജങ്ക് കളക്ടർ വന്നിട്ട്, ഒരു വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആൾ വന്നിട്ട് ആ കടയുടെ മുന്നിൽ നിന്ന്, അക്ബർക്കയുടെ കടയിലാണ് നമ്മുടെ അലി വെജിറ്റബിൾസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ അക്ബർക്കയുടെ കടയിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ നമ്മുടെ ഒരു ജങ്ക് കളക്ടർ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അലിയുടെ സിസ്റ്ററിൻ്റെ ഷൂ വെച്ചിരുന്ന ആ ഒരു കവറും കൂടെ ഈ ജങ്കിൻ്റെ കൂട്ടത്തിൽ, ഈ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ പെട്ടുപോയി. ആൻഡ് ദ ജങ്ക് കളക്ടർ ഗോസ് അവേ. ഇതൊന്നും നമ്മുടെ അലി അറിയുന്നില്ല. ഇവൻ വെജിറ്റബിൾസ് ഒക്കെ കളക്ട് ചെയ്ത് തിരിച്ചു പോരാൻ നേരത്താണ് എന്ത് കാണുന്നത്? ആൻഡ് ഇവൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല. ഹീസ് സേയിങ് ദാറ്റ് ഇത് ഐ പേ ഇറ്റ് നെക്സ്റ്റ് ടൈം. അത് പറ്റിൽ എഴുതിക്കൊള്ളാനാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഷോപ്പ് കീപ്പർ പറയുന്നുണ്ട്, യെസ്, നിങ്ങൾ ഓൾറെഡി പറ്റ അധികമാണ്, ദെൻ യു ഹാവ് ടു ഗിവ് ദ മണി ഫ്രം നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ്. ഇനി പൈസ തരണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ പോകാൻ തുടങ്ങുമ്പോഴേക്കാണ് ഹി റിയലൈസസ് ദാറ്റ് ദ ബാഗ് ഇസ് നോട്ട് ഹിയർ. അവിടെ ബാഗ് ഇരിപ്പില്ല എന്ന് അവന് മനസ്സിലാവണം. അപ്പം ഹി ഗോട്ട് ടെൻസ്ഡ്. അവന് ഭയങ്കര ടെൻഷൻ അടിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ടെൻഷനിൽ ആ കടയിലുള്ള സാധനം എല്ലാം അവൻ ഉരുട്ടിമറിച്ച് താഴെ ഇടുന്നുണ്ട്. അപ്പം ദ ഷോപ്പ് കീപ്പർ അക്ബർക്ക ഗെറ്റ്സ് ആംഗ്രി. അവനെ കുറേ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടാണ്. യെസ്, അപ്പോൾ ഇവൻ വീട്ടിൽ ചെല്ലുമ്പോൾ നെക്സ്റ്റ് സീൻ ഇസ്
in the where? Yes, next last scene എന്ന് പറയുന്നത് it is their house. അലിയുടെ ഹൗസിലാണ്, വീട്ടിലാണ് നടക്കുന്നത്. അലി ആൻഡ് സാറ ആൻഡ് സിറ്റിംഗ് ആൻഡ് they are writing something. ഒരു നോട്ട്ബുക്കിൽ എന്തോ ഇവരെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര കാര്യമായിട്ട് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല. അപ്പം വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് ദർ? ഇവർ ഈ ഷൂ പോയ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈ? ഇവർക്ക് എന്താ സംസാരിച്ചൂടെ? ഇറ്റ് ഈസ് ബിക്കോസ് ദർ ഫാദർ ആൻഡ് മദർ വാസ് ദർ. അവരുടെ ഫാദറും മദറും സംസാരിക്കുന്ന ഒച്ച നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട് വെൻ ഇറ്റ് ഇസ് ഇൻ എ സ്റ്റോറി. അപ്പം അവർ സംസാരിക്കുന്നുണ്ട് ആൻഡ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദെയർ ഫാമിലിയുടെ കാര്യങ്ങളും. അവർ ഭയങ്കര പുവറാണ്, കൂടുതൽ പൈസയൊന്നും എടുക്കാനുള്ള. ആൻഡ് ഫ്രം ദി സീൻസ്, നമുക്ക് കാണിക്കുന്ന സീൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ദി മദർ, അലിയുടെയും സാറയുടെ മദർ ബെഡ് റിഡൻ ആണ്, ഭയങ്കര തളർന്നു കിടക്കുന്ന ഒരാളാണ്. ഷീ കാൻ ഡു എനിത്തിങ്. അപ്പം ഫാദർ ഇസ് ഹാമറിങ്, എന്തോ ഹാമർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം അലി പറയുന്നുണ്ട് വി കാൺ സേ. അപ്പം സാറ പറയുന്നത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ബീറ്റിംഗ്, നിനക്ക് അടി കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അലി എന്താ പറയുന്നത്? യെസ്, നീ ഇപ്പോൾ ഇത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷൂ കൊണ്ടേ കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും ചീത്ത കിട്ടും. അപ്പം നിനക്കിപ്പോൾ ഷൂ അല്ലേ, നാളെ സ്കൂളിൽ പോകാൻ ഷൂ അല്ലേ, നീ എൻ്റെ ഷൂ ഇട്ടിട്ട് പോക്കോ, യു ക്യാൻ ജസ്റ്റ് ടേക്ക് മൈ സ്നീക്കേഴ്സ് ആൻഡ് ഗോ ടു സ്കൂൾ. ബാക്കി ഇനിയിപ്പോൾ പറയാനൊന്നും നിൽക്കേണ്ട, ഫാദർ വിൽ ബി ആംഗ്രി എന്ന് പറഞ്ഞിട്ട് അലി ഈസ് മേക്കിംഗ് ഹർ ഓക്കെ അത് അങ്ങ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പം ദാറ്റ് ഈസ് ദി സ്റ്റോറി അബൌട്ട്. ഇത് വളരെ കുട്ടിയായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ഫിലിമിലെ ഒരു ഭാഗമാണ്. അപ്പം ദാറ്റ് ഈസ് എ സ്റ്റോറി ഓൾ അബൌട്ട്. നമുക്ക് പഠിക്കാനുള്ള മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയോ? ഇവിടെ നമുക്ക് കൂടുതലായിട്ടൊന്നുമില്ല. ഇഫ് യു ആർ ഓക്കെ വിത്ത് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കാം, അലിയുടെയും സാറയുടെയും ഒക്കെ. പിന്നെ എന്താണ്, പിന്നെ യു ഹാവ് ടു ബി തറവ് വിത്ത് ദി ഫോമാറ്റ്. ഒരു സ്ക്രിപ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം തന്നിട്ട് ഇഫ് യു ആർ ഓ ടു റൈറ്റ് എ സ്ക്രിപ്റ്റ്, നിങ്ങളോട് സ്ക്രിപ്റ്റ് എഴുതാനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ മോഡലിൽ എഴുതാം. ആദ്യമേ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ബ്രാക്കറ്റിൽ കൊടുക്കാം. യെസ്, അലി ഈസ് വോക്കിംഗ് അല്ലെങ്കിൽ അലി ഈസ് ടോക്കിംഗ് എന്നൊക്കെ. പിന്നെ ഉള്ളത് നമുക്ക് ഡയലോഗ്സ് എഴുതാം. യാ, അപ്പം അത്രയൊക്കെയുള്ളൂ. പിന്നെ യു ക്യാൻ ഡിവൈഡ് ദ സീൻസ്. ഒരെണ്ണം ഇപ്പോൾ കോബ്ലേഴ്സിൻ്റെ ഷോപ്പിലാണ് നടന്നത്, രണ്ടാമത്തെ ബേക്കറിയിലാണ്. അപ്പം നിങ്ങൾക്ക് സ്ഥലങ്ങൾ മാറ്റിയിട്ട് സെറ്റിങ്സ് കൊടുക്കാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, യാ, അപ്പം പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയോ? യെസ്. അപ്പം നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോയാലോ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ് ഒന്ന് നോക്കാം. യെസ്, ആൻഡ് ദിസ് ഇസ് എ ഫൈനൽ ചാപ്റ്റർ ഇൻ ദ സെക്കൻഡ് യൂണിറ്റ്. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിലെ ഒരു ഫൈനൽ ചാപ്റ്റർ ആണിത്. യെസ്, അപ്പം ഫൈനൽ ചാപ്റ്ററിൽ എന്താ, ഐ യു ഓൾ ഫാമിലിയർ? ഇറ്റ്സ് എ പോയം അല്ലേ? ഇതൊരു പോയമാണ്, ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ബോബ് ഡിലൻ. കേട്ടിട്ടുണ്ടോ ബോബ് ഡിലനെ പറ്റി? യെസ്, ഹീസ് എൻ അമേരിക്കൻ റൈറ്റർ ആണ്. റൈറ്റർ മാത്രമല്ല, ഹീസ് ഓൾസോ എ സോങ് റൈറ്റർ. എന്താണ്, നമ്മൾ സാധാരണ പോയംസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തൊരു ട്രെൻഡാണ് ആൽബംസ് ഒക്കെ ഇറങ്ങും, അതിലെ പാട്ടുകളും ഭയങ്കര ഹിറ്റാവുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. അപ്പം അതുപോലെ ഒരു സോങ് റൈറ്റർ ആയിരുന്നു നമ്മുടെ ബോബ് ഡിലൻ. ആൻഡ് ദിസ് പോയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദിസ് ഇസ് സെലിബ്രേറ്റഡ് ആസ് ദി ആന്തം ഓഫ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ഒരു ആന്തമായിട്ടാണ് ഈ ഒരു പോയത്തെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയോ? സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ടൈമിലെ ഒരു ആന്തമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇനി ഈ ഒരു പോയത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പം ബോബ് ഡിലൻ്റെ പോയമാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ആൻഡ് ഇറ്റ് ഈസ് ദി ആന്തം ഓഫ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഇൻ അമേരിക്ക. ഓക്കെ, ഫൈൻ. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഐ വിൽ ബി ജസ്റ്റ് ഗിവിങ് വളരെ പെട്ടെന്ന് ഓർത്തിരിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഐ വിൽ ബി ഷെയറിങ് പറയുന്നുണ്ടാവുള്ളൂ. ഈ ഒരു പോയത്തിൽ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് വാർ, പീസ്, ഫ്രീഡം, ഈ കാര്യത്തെ പറ്റിയൊക്കെയാണ് നമ്മുടെ എൻറ്റയർ പോയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ആഫ്രിക്ക അമേരിക്ക എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അല്ലേ, സ്ലേവ്സ് അല്ലെങ്കിൽ ആഫ്രിക്കൻസിനെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ചില കൂട്ടർക്ക് ആഫ്രിക്കൻസിന്, കറുത്ത വർഗ്ഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഫ്രീഡം കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതിനെ പറ്റിയൊക്കെ നമ്മൾ വി ക്യാൻ സീ ഇൻ ദിസ് പോയം. അപ്പം പോയം തുടങ്ങുന്നത് ഇത് വെച്ചിട്ടാണ്. ദ പോയം സ്റ്റാർട്ട്സ് വിത്ത് ദിസ് line. എന്താണ് ഈ ലൈന്? യാ, ദിസ് ഇസ് ദി ലൈൻ. How many rods must, sorry, this is S ആണ് കേട്ടോ, this is S. Okay, this is S. Must a man walk? The poem starts with this sentence. How many roads must a man walk? ഒരു മനുഷ്യൻ എത്ര ദൂരം നടക്കേണ്ടിയിരിക്കുന്നു, എത്ര റോഡുകൾ താണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താ, ഇതിൻ്റെ ലിറ്ററൽ അർത്ഥം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ എത്ര റോഡുകൾ നടക്കേണ്ടിയിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ അല്ലേ, എത്ര റോഡുകൾ വേണമെങ്കിലും ഒരു മനുഷ്യൻ നടക്കാം. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത്
അന്നത്തെ കാലത്ത്, അതായത് ബോബ് ഡിലൻ ഇത് എഴുതുന്നത് ഒരു 1960s അല്ലെങ്കിൽ 62 ഈ ഒരു പോയം വരുന്നത്. ആ ഒരു ടൈമിലാണ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു ഫോൾസ് ബിലീഫ് ഉണ്ടായിരുന്നു, ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. വാട്ട് വാസ് ദാറ്റ്? എന്തായിരുന്നു ആ ഒരു ധാരണ? യെസ്, ആ ഒരു കാലത്ത് ആൺകുട്ടികൾ, ബോയ്സ്, അവർ വാറുകളിൽ, യുദ്ധങ്ങളിൽ പങ്കെടുത്താൽ മാത്രമേ ശരിക്കും ആൺകുട്ടികളാവുള്ളൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിലപ്പോൾ ഒക്കെ പറയുന്ന കേൾക്കാം അല്ലേ, ആൺകുട്ടികളായ കരയാൻ പാടില്ല അല്ലെ, എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എന്താ ആൺകുട്ടികൾക്ക് കരഞ്ഞാൽ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയായിരുന്നു അന്ന് അവിടെ ഉണ്ടായത്. അതായത് ബോയ് അല്ലെങ്കിൽ ഒരു മാൻ ആണ്, ഒരു ആണാണെന്ന് പറയണമെങ്കിൽ ദേ ഹാവ് ടു ഫൈറ്റ് ഇൻ ദി വാർ. അവർക്ക് വാറുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം, അതൊരു മസ്റ്റാ. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഹൗ മെനി റോഡ്സ്, അപ്പോൾ റോഡ്സ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോറുകളുടെ കാര്യമാണ്. എത്ര യുദ്ധങ്ങളിൽ പങ്കെടുത്താലാണ് ഒരു ആൺകുട്ടിയാണെന്ന് ഒരാൾ തെളിയിക്കുക? ഇനിയും എത്ര യുദ്ധങ്ങൾ വേണം നമുക്ക് ഒരു ആണാണെന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ ആൺകുട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡത്തിലേക്ക്, പീസിലേക്ക് എത്താൻ ഇനിയും എത്ര യുദ്ധങ്ങൾ വേണം എന്നുള്ളൊരു കാര്യമാണ് ദ പോയം ലുക്സ് അല്ലെങ്കിൽ ആദ്യമേ ചോദിക്കുന്നത്. സ്റ്റാർട്ട്സ് വിത്ത് ദെൻ അടുത്തൊരു സെന്റൻസ് ആണ് അതിലുള്ളത്, ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡവ് സെയിൽ. ഇത് ചോദിക്കുന്നത് ഇനിയും എത്ര കാലം കഴിഞ്ഞാലാണ്, ഇനിയും എത്ര വാറുകൾ കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു രാജ്യത്തെ ആൾക്കാർക്ക് സമാധാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അപ്പം ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ഓർക്കാം. വൈറ്റ് ഡവ് എന്ന് പറഞ്ഞാൽ വെളുത്തൊരു പ്രാവിൻ്റെ കാര്യമാണ്. അപ്പം അത് നോഹയുടെ കാലത്ത് പണ്ട് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യത്തിനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, അതിനുമായിട്ട് നമുക്ക് കൊടുക്കാം. എന്താണ്, ഈ ഫ്ലഡിനൊക്കെ ശേഷം പണ്ട് കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. നോഹയുടെ കാലത്ത് നോഹ എന്നിട്ട് വലിയൊരു പെട്ടകം ഉണ്ടാക്കി അതിൽ കയറിയിരുന്ന് കുറേ ആൾക്കാർ, നോഹയും കുടുംബവും കുറച്ച് ആൾക്കാരും ഒക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു സ്റ്റോറിയൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പം ആ സ്റ്റോറിയിൽ പറയുന്നുണ്ട്, വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും അറിയത്തില്ല, എല്ലാം വെള്ളം മുങ്ങി എല്ലാം തിരിച്ച് താഴേക്ക് എത്തിയപ്പോഴേക്കും ആർക്കും ഒന്നും ക്ലിയർ അല്ല, എന്താണ് സംഭവങ്ങളെന്നൊന്നും അറിയില്ല. അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ്, എവിടെയെങ്കിലും ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരമോ അങ്ങനെ വല്ല തളിർപ്പൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോഹ ഹി ജസ്റ്റ് സെൻറ്റ് എ വൈറ്റ് ഡവ്, ഒരു വെളുത്ത ഒരു പ്രാവിനെ പറത്തി വിടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ, ബൈബിളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ്. അതും കൂടെ ഇവിടെ അനോട്ട് ചെയ്യുന്നുണ്ട്, ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ആ ഒരു വൈറ്റ് ഡവിനെ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം സമാധാനത്തിന് എല്ലാം റെഡി ആയോ, റെസ്റ്റ് ഈസ് ഇറ്റ് ഗോയിങ് വെൽ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ഡവിനെ നോഹ അയക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഇനിയും എത്ര വൈറ്റ് ഡവ്സ്, എത്ര വെള്ളരി പ്രാവുകൾ അല്ലെങ്കിൽ എത്ര വാറുകൾ കഴിഞ്ഞാലാണ് ഞങ്ങളൊരു പീസിലേക്ക് എത്തുക എന്നുള്ള കാര്യമാണ് ബോബ് ഡിലൻ വീണ്ടും ഈ ഒരു പോയത്തിലൂടെ ചോദിക്കുന്നത്. ദെൻ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്സ് ഇൻ ദി സാൻഡ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി വില്ലേജസ് അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാർ ദേ ആർ ലോങ്ങിങ് ഫോർ ഫ്രീഡം. അവർക്കൊന്ന് ഫ്രീ ആയാൽ മതി, ഇവർക്കിപ്പോൾ ഒന്നിനുമുള്ള സ്വാതന്ത്ര്യം, ദേ ആർ നോട്ട് ഗിവൺ എനി റൈറ്റ്സ്. പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു വാർ ടൈമിൽ, അല്ലെങ്കിൽ ബ്ലാക്സ് ആൻഡ് വൈറ്റ്സിൻ്റെ സെപ്പറേഷൻ്റെ കാലത്തുണ്ടായിരുന്നത് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി. എങ്ങനെയാണ് സ്കൈ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മുടെ പോയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്കൈ, ആകാശം എന്ന് പറഞ്ഞാൽ നാളെ തെളിഞ്ഞ ആകാശം, അത് ദാറ്റ് സിഗ്നിഫൈസ് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നത്? ഫ്രീഡം, ദേ ആർ ലോങ്ങിങ്, അവരുടെ ഇഷ്ടം, അവർക്കൊരു കുറച്ചൊന്ന് ഫ്രീഡം, ഒരു ശരി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുകയാണ് ഈ ഒരു സ്കൈ എന്ന് പറയുന്നതിലൂടെയൊക്കെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ബോബ് ഡിലൻ പറഞ്ഞു വെക്കുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ്, അവിടെ നാട്ടിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ടേക്കിംഗ് എനി മെഷേഴ്സ്, ഒരു കാര്യം ഇവർ നോക്കുന്നില്ല. അതായത് ഫൈറ്റ് ചെയ്യുന്നവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് യുദ്ധം നടത്താനാണ് അവർക്ക് താല്പര്യം, അല്ലാണ്ട് ഇതൊന്ന് സോൾവ് ചെയ്ത് എല്ലാവരെയും ജനങ്ങളുടെ കാര്യത്തെപ്പറ്റി, ഇവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ അവർക്കൊരു നല്ല ജീവിതം കൊടുക്കണമെന്നോ ഉള്ള കാര്യത്തെപ്പറ്റിയൊന്നും ആ നാട്ടിലെ ആ ഗവൺമെൻറ് ചിന്തിച്ചിരുന്നില്ല. അവർക്ക് എപ്പോഴും എന്ത് വേണം, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കണം, അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷസ് എല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അവരുടെ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ബോബ് ഡിലൻ പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് വൈ ഈസ് ദി ഗവൺമെൻറ് വെരി ഇറസ്പോൺസിബിൾ, ആൾക്കാരുടെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മുടെ ബോബ് ഡിലൻ ചോദിക്കുന്നത് അല്ലേ. ഒരു ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗവൺമെൻറ്റിനെ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ആ ഗവൺമെൻറ് ഇവരുടെ കാര്യം നോക്കാണ്ട് ദേ ആർ ഡൂയിങ് ദെയർ ഓൺ, അവർക്ക് ഇഷ്ടമുള്ള കുറേ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലാണ്ട് ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയാണ്. അപ്പം വൈ ഈസ് ദാറ്റ് സോ എന്നാണ് ബോബ് ഡിലൻ ചോദിക്കുന്നത്. കമ്മിങ് ടു ദ എൻഡ്, അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആവശ്യപ്പെട്ടതെല്ലാം, ഈ ജനങ്ങൾക്ക് ആവശ്യപ്പെട്ടതെല്ലാം അവരുടെ ചുറ്റും തന്നെയുണ്ട്. അതായത് പീസ് ആണെങ്കിലും ലവ് ആണെങ്കിലും ഫ്രീഡം ആണെങ്കിലും സമാധാനമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ സ്നേഹമോ, മറ്റുള്ളവരുടെ അടുത്തുള്ള സ്നേഹമോ ബ്രദർഹുഡോ ഒക്കെ ആണെങ്കിലും ഇവരുടെ ചുറ്റുമുണ്ട്. ബട്ട് വാട്ട് ഇസ് ദ തിങ്, എന്താ സംഭവിക്കുന്നത്? ദേ ആർ നോട്ട് ഏബിൾ ടു
ഗെറ്റ് ദാറ്റ്, അവർക്ക് അത് ഗ്രാബ് ചെയ്താൻ പറ്റുന്നില്ല, അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. നമ്മുടെ ചുറ്റിനും എല്ലാം ഉണ്ട്, ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ദാറ്റ്, അല്ലെങ്കിൽ വി ആർ നോട്ട് ഏബിൾ ടു ഗ്രാബ് ദാറ്റ്. ഓക്കെ, അപ്പം ഇതാണ് ദി എൻറ്റയർ പോയം സ്പീക്സ് അബൌട്ട് സിവിൽ റൈറ്റ്സിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു കാലാവസ്ഥ, അന്നേരം നടന്നിരുന്ന പ്രശ്നങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ബോബ് ഡിലൻ്റെ ഈ ഒരു ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന പോയം ടോക്സ് അബൌട്ട്. അത് ക്ലിയർ ആയോ? ഇതിൻ്റെ ഒരു സമ്മറി, ഒരു കുട്ടി സമ്മറിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും. അപ്പം ഇനി ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പോയം ആവുമ്പോൾ ഒബ്വിയസ്ലി വി ആർ എക്സ്പെക്ടിങ് ആൻ അപ്രീസിയേഷൻ അല്ലേ? ഇതിനും നമുക്കൊരു അപ്രീസിയേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും അപ്രീസിയേഷൻ? ഞാൻ ഓൾറെഡി ഒരു ഫോമാറ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്താണ്? ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അപ്പം ആദ്യമേ ടൈറ്റിൽ പറയാം, ദെൻ യു ഷുഡ് മെൻഷൻ ദി ഓതർ, ദെൻ ജസ്റ്റ് മെൻഷൻ ദി തീം ഓഫ് ദി പോയം ഇൻ എ വൺ ലൈൻ. അപ്പോൾ അത് ഒരു പാരഗ്രാഫായി. അപ്പോൾ ഇവിടെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് കൊടുക്കുക, ബോബ് ഡിലൻ, ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ദി സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്, ഇറ്റ് ഇസ് ആന്തം ഓഫ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ഇൻ അമേരിക്ക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് ഈസ് ഓവർ. Then coming to the second paragraph, അല്ലെങ്കിൽ അടുത്ത പാരഗ്രാഫിൽ എന്ത് എഴുതണം? ഇഫ് യു ആർ ഗിവൺ ലൈൻസ്, നിങ്ങളുടെ പോയത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോയത്തിൻ്റെ ലൈൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഡിസ്ക്രൈബ് ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെൻറ്റൻസും ഇങ്ങനെയാണ്, ഇന്നതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡൗ സെയിൽ. അപ്പോൾ അതിനൊരർത്ഥമുണ്ട്. എത്ര പാദങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രാവ് എത്ര കടലുകൾ നീങ്ങിക്കടന്നാലാണ് സമാധാനത്തിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ അവിടെ ഞാൻ ഡോഹയുടെ പെട്ടകത്തിൻ്റെ കാര്യവും ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു, അങ്ങോട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. അപ്പോൾ അതുപോലെ തന്നെ തുടങ്ങുന്നത് ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വോക്ക് എന്നൊക്കെ ആണെങ്കിൽ ഇനിയും എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞാലാണ് ഒരു മനുഷ്യനെ ഒരു ആൺകുട്ടിയെ ആണായിട്ട് കരുതുക, എത്ര യുദ്ധങ്ങൾ ഇനിയും പയറ്റേണ്ടി വരും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇഫ് ദർ ആർ നോ ലൈൻസ്, നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് ഓഫ് ദി പോയം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇഫ് യു ആർ ഫെമിലിയർ, നിങ്ങൾക്ക് കാണാതെ ഓരോ ലൈൻസ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈൻസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് യു ക്യാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു ഇൻവെർട്ടഡ് കോമയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. അതൊക്കെ നന്നായിരിക്കും. ദെൻ കമ്മിങ് ടു ദ എൻഡ്, നമ്മളത് അപ്രിസിയേഷൻ ഒക്കെ കഴിഞ്ഞ് തീരാനാകുമ്പോഴേക്കും ജസ്റ്റ് മെൻഷൻ അബൌട്ട് ദി പോയറ്റിക് ഡിവൈസസ്. ആ ഒരു പോയറ്റിക് ഡിവൈസസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓവർ. പോയറ്റിക് ഡിവൈസസ് കൊടുക്കുക, then ഒരു സിമ്പിൾ കൺക്ലൂഷനും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് യു ക്യാൻ സ്റ്റോപ്പ് ദാറ്റ്. അപ്പം ആ ഒരു അപ്രീസിയേഷൻ, ഒരു പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ നമ്മൾ റെഡി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയത്തെ പറ്റി ഇനി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വിൽ ബി ഏബിൾ ടു റൈറ്റ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ വി ഹാവ് കവേർഡ് ദി എൻറ്റയർ പോർഷൻ ഫോർ ദി ഓണം എക്സാം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാത്തിൻ്റെ ഫോമാറ്റ്സ് ആണ് പറഞ്ഞത്. ഐ വാസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ഇന്നർ ഡീറ്റെയിൽസ് അല്ല ഞാൻ പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ എല്ലാത്തിൻ്റെ ഫോമാറ്റ്സ് നോക്കിയിരുന്നു. അപ്പം എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക. ലെറ്റർ, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ, അതിൻ്റെ ഫോമാറ്റ് നോക്കുക. ന്യൂസ് പേപ്പർ, ദെൻ ലെറ്റർ, ഡയറി, കോൺവെർസേഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓൾ ഓഫ് യു ജസ്റ്റ് റൈറ്റ് യുവർ എക്സാംസ് വെൽ. നന്നായിട്ട് എഴുതുക, പ്രിപ്പയർ എഴുതുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഐഡിയ ഫോർ യുവർ എക്സാം. നിങ്ങൾക്ക് തലേദിവസമൊക്കെ പെട്ടെന്ന് നോക്കി തീരാവുന്ന ഒരു ഇതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. അപ്പം വി ആർ സ്റ്റോപ്പിംഗ് നൗ. ഓക്കെ, അപ്പം താങ്ക് യു. വിൽ ബി സീയിങ്. ബൈ.